ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ ദയവ് ചെയ്ത് മുമ്പോട്ട് വരണം. അമുസ്ലിം സുഹൃത്തുക്കളുടെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹാരിസ്, സ്ഥലം കാണണം. കാരുണ്യത്തിൻ്റെ മതമായ ഇസ്ലാമിൻ്റെ ഖലീഫമാർ ഒരാളൊഴികെ മറ്റുള്ളവർ കൊല്ലപ്പെട്ടുണ്ടായ സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. ഇസ്ലാമിൻ്റെ ഖലീഫമാർ കൊല്ലപ്പെടുകയുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയുണ്ടായിരുന്നു. അതിൻ്റെ സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. സഹോദരൻ ഹാരിസിൻ്റെ ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ദൂരീകരിക്കുവാനുള്ള ഒരവസരവും വേദിയുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പുറത്ത് ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവും, സ്വാഭാവികമാണ്. അതെല്ലാം ക്ലിയർ ചെയ്യാനുള്ളൊരു വേദിയല്ല ഇത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ചോദ്യത്തെ മാനിച്ചുകൊണ്ട് സംക്ഷിപ്തമായി ചില സൂചനകൾ നൽകുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഭരണമേറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഭരണവും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ മരണവും, അവിടെ ഒരു രക്തച്ചൊരിച്ചിലോ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളോ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എങ്കിലും തുടർന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ജീവിതത്തിൽ അത്തരത്തിലുള്ളൊരു ചിത്രമല്ല. മറിച്ച് നമുക്ക് തന്നെ അറിയാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന്, സുബഹി നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇസ്ലാമിൻ്റെ ശത്രുവിൻ്റെ ശക്തമായ ഇടപെടലോടുകൂടെ മൂർച്ചയേറിയ ആയുധം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റി അദ്ദേഹത്തെ വധിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് തള്ളിയിടുന്നൊരു ചിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിലൂടെ വായിക്കാൻ കഴിയുന്നത്. പലപ്പോഴും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലമാകുമ്പോഴേക്കും ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ജൂതന്മാരുടെ വളരെ ആസൂത്രിതമായ കുതന്ത്രങ്ങളുടെ ഭാഗമായി മുസ്ലിങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇറാഖ്, സിറിയ പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന ആളുകൾക്കിടയിൽ വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള മുനാഫിക്കുകളുടെ ആസൂത്രിതമായ ഇടപെടലുകളും ശ്രമങ്ങളും നടക്കുകയും അതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ഒരു ആഭ്യന്തര വിപ്ലവത്തിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൊണ്ടുള്ള വിപ്ലവകാരികൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് പളയുകയും അദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അവസ്ഥയല്ല അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ മരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ എല്ലാം വധത്തിൽ അവർക്കെതിരെയുള്ള ഈ വളരെ വികൃതമായ ഈ ചിത്രവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടിക്രമങ്ങൾക്ക് പിന്നിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്നു എന്നും വളരെ ആസൂത്രിതമായ ജൂതന്മാരുടെ തന്ത്രങ്ങളും മുനാഫിക്കുകളുടെ തന്ത്രങ്ങളും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച അവർക്ക് ഉന്നതമായ നന്മയും പുണ്യവും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മൾ. ഞാൻ അതിലേക്ക് വിശദീകരിക്കുകയല്ല. എന്നും എക്കാലഘട്ടത്തിലും ഇത്തരത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും ആഭ്യന്തര വിപ്ലവങ്ങൾക്കും തിരികൊളുത്തുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാണ് ഇതിനെക്കുറിച്ച് ഉണർത്തുവാനുള്ളത്. കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ചർച്ചയെ സജീവമാക്കണമേ എന്നുണർത്തുകയാണ്. സഹോദരിമാർക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്, ചോദിക്കാവുന്ന. അസ്സലാമു അലൈക്കും. ഇസ്ലാം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയുന്നു. ഈ കാലഘട്ടത്തിലെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ മുജാഹിദ് സംഘടന പോലും പ്രോത്സാഹിപ്പിക്കും. ഈ മുജാഹിദിൻ്റെ പേര് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകരരെ സഹായിക്കുക എന്നതാണ്. ഞാൻ പറയുന്നത് ജിഹാദിൻ്റെ അർത്ഥം തെറ്റിനെതിരെ പോരാടുക എന്ന് നിങ്ങൾ പറയരുത്. ഇവിടെ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? തെറ്റിനെതിരെ പോലീസിൽ കേസ് കൊടുക്കും, തെറ്റിനെതിരെ കോടതിയെ സമീപിക്കും.
അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. എല്ലാവരെയും തെറ്റിയെ പോരാടുക എന്ന് പറയും. യുവാക്കൾ അതൊരു പ്രചോദനമാകുകയാണ് ഇവർ ചെയ്തത്. അതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മുജാഹിദ് എന്നുള്ളൊരു പേര് തന്നെ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞ ഒരു ഹറാമായ സംഭവമാണ്. കാരണം മുജാഹിദ് എന്ന് പറഞ്ഞാൽ പോരാടുക. ഇവിടെ കോടതി പോലീസ് അല്ലിട്ട് എന്തിനാ ഭാഷ ഇവിടെ പോരാടുന്നത്? ഇവിടെ എന്താന്ന് വെച്ചാൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഭീകരവാദമാണെന്ന് ലോകം മുഴുവൻ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മളാരും ഇനി ജിഹാദ് മുജാഹിദ് എന്നൊന്നും പറയാൻ പാടില്ല എന്നുള്ളത്. സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ജിഹാദ് ഭീകരവാദമാണെന്നല്ല, ഇസ്ലാം തന്നെ ഭീകരവാദമാണെന്നാണ് ഇപ്പോൾ ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ഈസ് ടെററിസം. അതിൻ്റെ പേരിൽ നാളെ മുതൽ സുഹൃത്ത് നമ്മളാരും ഇനി ഇസ്ലാം എന്നും പറയാൻ പാടില്ല, മുസ്ലിം എന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കഥ? നിങ്ങൾക്കറിയോ, 2 ആഴ്ച മുമ്പ് ഒക്ടോബർ 31-ാം തീയതി നമ്മുടെ ഇന്ത്യയിലെ മതേതര പ്രതിബദ്ധതയുള്ള ദിനപത്രങ്ങളിൽ ഏറ്റവും പ്രമുഖം എന്ന് വിലയിരുത്തപ്പെടുന്നത് ഹിന്ദു ദിനപത്രത്തിൽ, ആ ഹിന്ദു ദിനപത്രത്തിൻ്റെ ഓപ്പൺ എഡിഷൻ പേജിൽ മദൻജീത് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു മുൻ IFS ഉദ്യോഗസ്ഥൻ എഴുതിയൊരു ലേഖനമുണ്ടായിരുന്നു. എ ത്രെറ്റ് ടു മൾട്ടി ലെയേർഡ് സെക്യുലർ കൾച്ചേഴ്സ് എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ അദ്ദേഹം ഭീകരവാദത്തിൻ്റെ ഉദാഹരണങ്ങളായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് 5 സമയം നമസ്കരിക്കുന്നതും വേറൊന്ന് സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും മറക്കുന്നതുമാണ്. ഇതുകൊണ്ട് ഇനി നാളെ നമ്മളെല്ലാവരും 5 സമയം നമസ്കരിക്കുന്നത് ഭീകരവാദമാണെന്ന് ആരൊക്കെയോ പറയുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ നമസ്കാരം നിർത്തും. സ്ത്രീകൾ മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും മറക്കുന്നത് ഭീകരവാദമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അത് നിർത്തും. ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ സംഭവിക്കുന്നതും. ഇസ്ലാമിനെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് നമ്മൾ ആ ആരോപണങ്ങളെ നമ്മുടെ തലച്ചോറിലേക്ക് ഏറ്റെടുത്തിട്ട് അത് മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ പിന്നെ ഇസ്ലാമിൽ എന്താണ് ബാക്കിയുണ്ടാവുക എന്നുള്ളതാണ് നമ്മളൊന്ന് വസ്തുനിഷ്ഠമായി ആലോചിക്കേണ്ടത്. അപ്പോൾ മദ്യത്തിനെതിരെയുള്ള നിയമങ്ങൾ അത് മഹാഭീകരവാദമാണെന്നായിരിക്കും ഇവിടുത്തെ അബ്കാരി മുതലാളിമാരൊക്കെ അഭിപ്രായം. അതുകൊണ്ട് നാളെ മുതൽ മദ്യത്തിനെതിരെ സംസാരിക്കാൻ പാടില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമോ? ഇത് ഓരോ വിഷയങ്ങളും ഇങ്ങനെയാണ്. ഇവിടെ സുഹൃത്ത് ജിഹാദ് എന്ന പേര് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അന്നത്തെ ഇസ്ലാം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഇന്നത്തെ ഇസ്ലാം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ്. ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇസ്ലാമും ഇന്നത്തെ ഇസ്ലാമും നാളത്തെ ഇസ്ലാമും ഒന്നുമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച ആദർശമാണ്, ജീവിതക്രമമാണ്, ധാർമ്മിക പദ്ധതിയാണ്, മൂല്യക്രമമാണ്. ആ മൂല്യക്രമം യഥാർത്ഥത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് അവശേഷിപ്പിച്ച മൂല്യക്രമത്തിന്റെ പേരാണ് ഇസ്ലാം. അന്നും ഇസ്ലാം അതാണ്, ഇന്നും ഇസ്ലാം അതാണ്. ഇസ്ലാം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ആദർശമല്ല. പിന്നെ മുസ്ലിങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് സുഹൃത്ത് ഉദ്ദേശിച്ചത് എങ്കിൽ അത് വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമാണ്. വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ ജിഹാദ് ഉള്ളതുകൊണ്ടാണ് മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളായി മാറുന്നത് എന്ന ധ്വനിയോടുകൂടിയാണ് സുഹൃത്തിന്റെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഈ ജിഹാദ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് സഹോദരൻ പറയുന്ന അന്നത്തെ ഇസ്ലാമിലില്ലേ? അന്ന് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് ജിഹാദ് ചെയ്യാനുള്ള ആഹ്വാനങ്ങളുണ്ട്? അന്ന് രേഖപ്പെടുത്തപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര വചനങ്ങളിൽ ജിഹാദിനുള്ള ആഹ്വാനങ്ങളുണ്ട്? അന്നത്തെ എത്ര വചനങ്ങളിൽ അവരെ മുജാഹിദുകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്? അതിന്റെ പേരിൽ അവരാരും അല്ല, ഇത് കഴിഞ്ഞിട്ട് പറയാം സുഹൃത്തിന്, ഞാൻ പറഞ്ഞു മുഴുവനാക്കട്ടെ. അതിന്റെ പേരിൽ അന്ന് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ജിഹാദ് എന്നുള്ളതിന്റെ പേരിൽ അവരാരും ഭീകരവാദികളായി മാറിയിട്ടില്ല. പക്ഷേ ഇന്ന് അതേ ജിഹാദിന്റെ പേരിൽ ആളുകൾ ഭീകരവാദികളായി മാറുന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും നൽകാത്ത അർത്ഥം ഇന്നത്തെ ഭീകരവാദികൾ ജിഹാദിന് നൽകുന്നു എന്നാണ് അതിന്റെ അത് ഇസ്ലാമിന്റെ അതിവിശുദ്ധമായ ഒരു ആശയത്തെ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ചില കച്ചറക്കൂട്ടങ്ങൾ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി അതിനെ അവർ സ്വകാര്യവൽക്കരിച്ച് ജിഹാദ് ഞങ്ങളുടേതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവർ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളാണ് ജിഹാദ് എന്ന പ്രതീതി ലോകത്ത് അവർ സൃഷ്ടിക്കുമ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളുടെ ബാധ്യത ജിഹാദുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് പറയലല്ല. യഥാർത്ഥ മുസ്ലിങ്ങളുടെ ബാധ്യത ജിഹാദിനെ കുറിച്ച് സംസാരിക്കാൻ ഇവർക്കാർക്കും യാതൊരു അർഹതയുമില്ല. യഥാർത്ഥത്തിൽ ജിഹാദ് ഞങ്ങളുടെ കൈവശമാണ്, അത് ഇന്നതാണ് എന്ന് വിശദീകരിക്കലാണ്. ഇവിടെ സുഹൃത്ത് പറഞ്ഞു തെറ്റിനെതിരെ പോരാടലാണ്. ആ തെറ്റിനെതിരെ പോരാടണം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. തെറ്റിനെതിരെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോകാനാണ് നമ്മൾ പറയേണ്ടതെന്ന്. ഈ പോരാട്ടം എന്ന് പറഞ്ഞാൽ വാളും കത്തിയും എടുക്കലാണ് എന്ന് ആരാണ് സുഹൃത്തിനോട് പറഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പോരാടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ വാളും ബോംബും കത്തി എടുക്കണം എന്നല്ല. ഇപ്പോൾ സുഹൃത്തിൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ ഉമ്മ
സുഹൃത്തിൻ്റെ ഉമ്മ ഇസ്ലാമിക വിരുദ്ധമായൊരു പ്രവർത്തനം ചെയ്യുന്നു. സുഹൃത്ത് എന്താ ചെയ്യേണ്ടത്? നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക, എൻ്റെ ഉമ്മ ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്യും. അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ സഹോദരൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ ഒരു തിന്മ സഹോദരൻ കാണുന്നു, ഉടനെ പോവുക, കോടതിയിൽ പോവുക, കേസ് രജിസ്റ്റർ ചെയ്യുക, ഇയാൾ ഇന്ന തിന്മ ചെയ്യുന്നുണ്ട്. ഇതാണോ സഹോദരനെ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞൂടാ. ഇവിടെ എന്താണ് പ്രശ്നം? ജിഹാദ് എന്ന് പറഞ്ഞാൽ, ജിഹാദ് ഒരു അറബി പദമാണ്. ആ അറബി പദത്തിന്റെ അർത്ഥം ത്യാഗപരിശ്രമം എന്നാണ്. ത്യാഗപരിശ്രമം എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളോട് കൽപ്പിച്ചൊരു കാര്യം, ആ കാര്യം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പുലർത്താൻ വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നാം പരിശ്രമിക്കുന്നതിന് സാങ്കേതികമായി പറയുന്ന പേരാണ് ജിഹാദ്. ഇപ്പൊ ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ വളരെ പ്രയാസകരമായ ചൂടുള്ള സുദീർഘമായ പകലുള്ള വേനൽ കൊണ്ട് നമ്മൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു നാട്ടിൽ ജീവിക്കുന്നു എന്ന് വിചാരിക്കാം. ആ നാട്ടിൽ പൊരിവെയിലത്ത് അധ്വാനിക്കേണ്ടി വരുന്ന സമയത്ത് റമദാൻ മാസം കടന്നു വരുന്നു. ആ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കണം എന്നത് പടച്ച തമ്പുരാന്റെ കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിക്കണമെങ്കിൽ നമ്മൾക്കൊരു ത്യാഗം ആ വിഷയത്തിൽ ആവശ്യമുണ്ട്. ആ ത്യാഗം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ആ നോമ്പ് പൂർത്തീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ അത് ജിഹാദാണ്. ഇപ്പോ നമ്മുടെ വീട്ടിലെ നമ്മുടെ പിതാവ്, നമ്മുടെ പ്രിയപ്പെട്ട പിതാവ്, അദ്ദേഹം ഒരു തിന്മ ചെയ്യുന്നു. ആ തിന്മക്കെതിരെ നമ്മൾ സംസാരിക്കുന്നതിന്റെ പേരിൽ പിതാവിന്റെ മർദ്ദനങ്ങൾ നമ്മൾ സഹിക്കുന്നു. ഈ മർദ്ദനങ്ങൾ കാരണം നമ്മുടെ പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയാതെ പിതാവിനെ ഉപദേശിക്കുന്ന പ്രക്രിയ നമ്മൾ തുടരുന്നു. ഇവിടെ നമ്മളൊരു ത്യാഗം അനുഷ്ഠിച്ചുകൊണ്ട് ഒരു നന്മക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. അത് ജിഹാദാണ്. ഒരു ത്യാഗം അനുഷ്ഠിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഒരു നന്മ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പരിശ്രമത്തിനാണ് സാങ്കേതികമായി ജിഹാദ് എന്ന് പറയുന്നത്. അതിന് ഭീകരവാദവുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പോ പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ 52-ാമത്തെ വചനം, ഫലാ തുതിൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, സത്യനിഷേധികളെ നിങ്ങൾ അനുസരിച്ചു പോകരുത്, നിങ്ങൾ അവരോട് ഇതുകൊണ്ട് ഒരു വലിയ ജിഹാദ് നടത്തുക. ഇവിടെ ഇത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുർആനിനെ കുറിച്ചാണ്. ഖുർആൻ ഉപയോഗിച്ച് സത്യനിഷേധികളോട് ഒരു ജിഹാദ് നടത്തണം എന്നാണ് ഖുർആനിന്റെ ആഹ്വാനം. ഖുർആൻ എന്ന് പറഞ്ഞാൽ ബോംബല്ല, വാളല്ല, AK-47 അല്ല, ഒന്നുമല്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഭീകരവാദമാണെന്ന് മനസ്സിലാക്കി വെച്ചവർ ഖുർആൻ ഉപയോഗിച്ച് ആളെ കൊല്ലാൻ പറ്റൂല എന്ന് നമ്മൾക്കറിയാം. പിന്നെ ഇവിടെ എന്താണ്? സത്യനിഷേധത്തിന്റെ, ബഹുദൈവാരാധനയുടെ, അധർമ്മങ്ങളുടെ ഇരുട്ടിലകപ്പെട്ട ആ മനുഷ്യരെ പരിശുദ്ധ ഖുർആനിന്റെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ. ആ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അതാണ് ഖുർആൻ ഉപയോഗിച്ചുള്ള ജിഹാദ്. അപ്പോൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ ത്യാഗം അനുഷ്ഠിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നന്മകൾ സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങളാണ്. അത് ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടലാകുന്ന രംഗങ്ങൾ ഉണ്ട് തീർച്ചയായും. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ആയുധം ഉപയോഗിച്ച് ജിഹാദ് നടത്തിയിട്ടുണ്ട്, യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട്. ആ യുദ്ധങ്ങൾക്ക് സാങ്കേതികമായി ഖിത്താൽ എന്നാണ് പറയാ. യുദ്ധം, ഖിത്താൽ ഒരു ജിഹാദാണ്. എന്നാൽ എല്ലാ ജിഹാദും യുദ്ധമല്ല, ഖിത്താലല്ല. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ആയുധം ഉപയോഗിച്ച് ജിഹാദ് നടത്തിയത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത് സവിശേഷമായൊരു ദൗത്യവുമായിട്ടാണ്. ആ ദൗത്യം പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച ദൈവികമായ മൂല്യക്രമം ലോകത്തിലെ ജനങ്ങൾക്ക് കൈമാറുക എന്നതാണ്. ആ മൂല്യക്രമം മക്കയിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ക്രൂരമായി പീഡിപ്പിച്ചു, കൊലപ്പെടുത്തി മക്കയിൽ നിന്ന് പുറത്താക്കി. മക്കയിൽ നിന്ന് പുറത്താക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിൽ ചെന്നു. ആ മദീനയിൽ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു സമൂഹമുണ്ടായി. ആ സമൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാഷ്ട്രത്തിന്റെ നായകനായി. ഇങ്ങനെ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ജീവിക്കുന്ന സമയത്ത് മദീന എന്ന രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി, മദീനയെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് സൈനിക സന്നാഹങ്ങളും സാമ്പത്തികമായ ഒരുക്കൂട്ടലുകളും എല്ലാം ഉണ്ടായപ്പോൾ മദീനയെ ആക്രമിച്ച് നിലംപരിശാക്കാനുള്ള പദ്ധതികൾ മക്കയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് ആയുധം ഉപയോഗിച്ച് പോരാടുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതയായി തീർന്നു. കാരണം മദീനയെ ആക്രമിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിന്നാൽ മരിക്കുന്നത് കേവലം ചില മനുഷ്യരല്ല, മറിച്ചൊരു മൂല്യക്രമമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മദീന എന്ന രാഷ്ട്രത്തെ അവിടെയുള്ള ശത്രുക്കൾ ആ സമയത്ത്, ആ സന്ദർഭത്തിൽ നശിപ്പിച്ചാൽ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച മതം പിന്നെ ഭൂമിയിൽ അവശേഷിക്കില്ല.
ആ മതം അതോടുകൂടി നാമാവശേഷമാകും. ആ മാർഗദർശനം ജനങ്ങൾക്ക് അടുത്ത തലമുറക്ക് ലഭിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. അത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കാൻ ഈ മൂല്യക്രമത്തെ കഴുത്തിനു പിടിച്ച് ഞെരിച്ച് കുഴിച്ചു മൂടാനുള്ള ശത്രുക്കളുടെ പരിശ്രമങ്ങളെ, അവരുടെ കയ്യൂക്കിനെ വകവെച്ചു കൊടുക്കുന്നത് ലോകത്തോട് മുഴുവൻ ചെയ്യുന്ന അനീതിയായിരിക്കുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധങ്ങൾ എടുത്ത് പൊരുതി. അതും ജിഹാദാണ്. അത് ജിഹാദാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് കാര്യമുണ്ടായി. ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞല്ലോ 1018ഓളം ആളുകളുടെ ചോര. ആ ചോരയുടെ വില എന്താണ്? ആ ചോരയുടെ വില നമ്മുടെയൊക്കെ ജീവിതമാണ്. നമ്മുടെയൊക്കെ ജീവിതം. ആ ചോര അന്ന് അവിടെ ചിന്തിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇന്നും വിഗ്രഹാരാധകരും ബഹുദൈവാരാധകരും അന്ധവിശ്വാസികളുമായി നമ്മുടെ ജീവിതം തുലച്ചു കളയുമായിരുന്നു. അന്ന് ആ ചോര അവിടെ ചിന്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറാത്ത, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്ന, സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കാത്ത, ധാർമ്മികത ജീവിതത്തിൽ പുലർത്താത്ത, വഞ്ചിക്കുന്ന, തട്ടിപ്പ് നടത്തുന്ന കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും എല്ലാമായി നമ്മൾ മാറുമായിരുന്നു. ആ 1018 പേരുടെ ചോരയുടെ വില ലോകത്തിലുള്ള ലക്ഷക്കണക്കിന് നല്ല മനുഷ്യരുടെ ജീവിതമാണ്. പടച്ചതമ്പുരാന്റെ നിയമങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുസരിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടാകാൻ വേണ്ടി അന്ന് ആ രാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള പരിശ്രമങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുത്തു തോൽപ്പിച്ചു എന്നതാണ് സത്യം. അതും ജിഹാദ് തന്നെയാണ്. ഇസ്ലാമിൽ യുദ്ധം മാത്രമില്ല, ബാക്കിയുള്ള ജിഹാദ് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ നമ്മളെ കിട്ടൂല. കാരണം ഇസ്ലാമിൽ യുദ്ധമുണ്ട്. പക്ഷേ ആ യുദ്ധം നടക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നടത്തിയതുപോലെ ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന് കീഴിൽ ആ രാഷ്ട്ര സംവിധാനത്തെ അസ്ഥിരപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആ രാഷ്ട്ര സംവിധാനത്തിന് പുറത്ത് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച മൂല്യക്രമത്തെയും ആ മൂല്യക്രമം ഉയർത്തിപ്പിടിക്കുന്ന ജനസമൂഹങ്ങളെയും ഭൂമിയിൽ നിലനിർത്താൻ വേണ്ടി ഉള്ള പ്രതിരോധ ശ്രമങ്ങൾ എന്ന അർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന് കീഴിൽ നടത്തേണ്ടതാണ് യുദ്ധം. അതല്ലാതെ മറ്റ് ഏതെങ്കിലും രാഷ്ട്ര സംവിധാനത്തിന് കീഴിൽ അവിടുത്തെ പ്രജകളായി ജീവിക്കുന്ന മുസ്ലിങ്ങൾ അവർ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും ആയുധം എടുത്തുകൂടാ എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ നിലപാട്. ഇപ്പൊ സുഹൃത്ത് പറഞ്ഞ വിഷയം യഥാർത്ഥത്തിൽ വരുന്നത് അവിടെയാണ്. നമ്മുടെ നാട്ടിലൊരു അനീതി ഉണ്ടാകുന്നു, നമ്മൾക്ക് സാമൂഹികമായ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു, നമ്മുടെ നാട്ടിലൊരു അക്രമം ഉണ്ടാകുന്നു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകണം, കേസ് രജിസ്റ്റർ ചെയ്യണം, കോടതിയിൽ പോകണം, കേസ് ഫയൽ ചെയ്യണം, ഗവൺമെന്റിനോട് സംസാരിക്കണം, ജനാധിപത്യപരമായ സമരങ്ങൾ സംഘടിപ്പിക്കണം, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഇന്ത്യൻ സാഹചര്യത്തിൽ അനീതികൾ നിഷേധിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ജിഹാദ് അത് തന്നെയാണ്, ഒരു സംശയവുമില്ല. അതല്ലാതെ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥ ഉണ്ടാകുമ്പോൾ, ആ നിയമം നടപ്പിലാക്കാനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വന്തമായി നിയമം കയ്യിലെടുത്ത്, ആയുധങ്ങൾ കയ്യിലെടുത്ത് സ്വന്തമായി നീതി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ പേര് ജിഹാദ് എന്നല്ല. ഇസ്ലാമിൻ്റെ ഭാഷയിൽ അതിന് പറയുക ഫിത്ന എന്നും ഫസാദ് എന്നുമാണ്, ഖുർആനിൻ്റെ സാങ്കേതികമായ ഭാഷയിൽ. ആളുകൾ നിയമം കയ്യിലെടുത്ത് രാജ്യത്ത് കലാപം സൃഷ്ടിക്കുന്നതിന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ജിഹാദ് എന്നല്ല, ഫിത്ന എന്നും ഫസാദ് എന്നുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഫിത്ന ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമ്മൾ തടയേണ്ടതുണ്ട്. എന്നാൽ ഞങ്ങൾ ജിഹാദ് ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച ജിഹാദ് ചെയ്യുന്നവരെ നമ്മൾ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നതിനൊരു ന്യായവുമില്ല. എന്നാൽ ഞങ്ങൾ ജിഹാദ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഫിത്ന എന്നും ഫസാദ് എന്നും വിളിച്ച, നാട്ടിൽ കലാപമുണ്ടാക്കുക എന്ന തോന്നിവാസത്തിന് മുതിരുന്നവർ, അവരെ നമ്മൾ എതിർക്കേണ്ടതാണ്, ചെറുക്കേണ്ടതാണ്, ശക്തമായി പ്രതിരോധിക്കേണ്ടതാണ് എന്നത് 100% സത്യമാണ്. അവർ ചെയ്യുന്നത് ജിഹാദല്ല, ഭീകരവാദവും തീവ്രവാദവും തന്നെയാണ്. അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ സഹോദരൻ മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ, ലോകത്തെല്ലായിടത്തും ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന, പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തുമായി ബന്ധമില്ലാത്ത ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളുടെ മുഴുവൻ ആദർശങ്ങൾ പരിശോധിക്കുക, അവരുടെ ബിബ്ലിയോഗ്രാഫി പരിശോധിക്കുക, അവരുടെ എല്ലാം പുസ്തകങ്ങളുടെ പിന്നിലുള്ള ആ ബിബ്ലിയോഗ്രാഫിയിൽ നിങ്ങൾ കാണുക, പരിശുദ്ധ ഖുർആനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോ ആ ഖുർആനിനും ഹദീസിനും പ്രാമാണികമായ വ്യാഖ്യാനം നൽകിയ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളോ അല്ല. ഇവർക്ക് ഇതൊന്നും കിട്ടിയത് ഖുർആനിന്നുമല്ല, ഹദീസിന്നുമല്ല, പണ്ഡിതന്മാരുടെ രചനകളിൽ നിന്നുമല്ല, മറിച്ച് അവർക്കത് കിട്ടിയത് ചില ഭൗതിക വിപ്ലവ പ്രത്യയശാസ്ത്രങ്ങളുടെ ഉള്ളടക്കത്തിൽ നിന്നും, ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഷിയാക്കളിൽ നിന്നുമാണ്. ഇവരിൽ നിന്ന് ലഭിച്ച ആദർശത്തിന് ഇസ്ലാമിൻ്റെ മൂടുപടമണിയിച്ച് ഞങ്ങൾ ജിഹാദാണ് നടത്തുന്നത് എന്ന് ആരെങ്കിലും പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ യഥാർത്ഥ ജിഹാദിൽ നിന്ന് പിന്മാറാൻ സത്യവിശ്വാസികൾക്ക് കഴിയില്ല എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി സൂചിപ്പിക്കാനുള്ളത്.
സഹോദരന് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. പേരും സ്ഥലവും പറയും. സുലൈം മേനപ്പൻ. ഞാൻ പറയുന്നത്, ഗൾഫിൽ 90% രാജ്യത്തും മുജാഹിദ് എന്ന് പേരുള്ള സംഘടന നിരോധിച്ചിട്ടുണ്ട്. ആ പേര് തന്നെ ഉപയോഗിക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ല. പിന്നെ രണ്ടാമത്, ഈ തെറ്റിനെതിരെ പോരാടുക എന്നുള്ള മദ്രസയിൽ ചെറിയ കുട്ടികൾക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. ജിഹാദിന്റെ അർത്ഥം ഇന്ന് എല്ലാവരും ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വാക്കുകൊണ്ട് പറയുക, അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ 3 ആളെ വിളിച്ചു കളി. ലാസ്റ്റ് അത് നിങ്ങൾ എന്തായാലും ശരിക്കും പറയണം, മദ്രസയിൽ തന്നെ പറയണം. ലാസ്റ്റ് നിങ്ങൾ കൈകൊണ്ട് കളിക്കരുത്, നിങ്ങൾ പോലീസിൽ ഏൽപ്പിക്കുക. മദ്രസയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ദീനിയാത്തിൽ എഴുതുന്നില്ല? എഴുതണം. കാരണം ഈ കാലഘട്ടത്തിൽ 5 നേരം നിസ്കരിക്കുന്ന ആളെ തന്നെയാണ് കൊലപാതകം ചെയ്യുന്നത്. 5 നേരം നിസ്കരിക്കുന്ന ആൾ തന്നെയാണ് ബോംബ് എടുത്തു പോകുന്നത്. ഇന്ന് കണ്ണൂർ ജയിലിലുള്ള എത്ര താടി വെച്ച ആള് അവര് 5 നേരം നിസ്കരിക്കാത്ത ആളാണോ? കാരണം അവരെ മനസ്സിൽ, അവർ കുരുന്ന മനസ്സിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഏത് തെറ്റിനെതിരെ പോരാടുക. ഇത് ശരിക്കും പറഞ്ഞാൽ തെറ്റ് തന്നെ ഹറാമാണ്. നബിയുടെ കാലത്ത് പോലീസും മിലിറ്ററി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നബി ജിഹാദിന് വേണ്ടിയിട്ട് അരുളിയത്. പോലീസും മിലിറ്ററിയും നബി ഒരിക്കലോ പറയില്ലായിരുന്നു. ക്വസ്റ്റ്യൻ മനസ്സിലായി കൊടുക്കും. ഒരു മിനിറ്റ്, സംഭവം മനസ്സിലായി. നിങ്ങൾ പറഞ്ഞെന്താ മനസ്സിലായി? എന്താണ് സംവാദം എന്ന് പറഞ്ഞ ഇവിടെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ മനസ്സിൽ പല ടൈപ്പ് സംവാദങ്ങളുണ്ട്. നിച്ച് ഓഫ് ട്രൂത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ മത ദാർശനിക പണ്ഡിതന്മാരായിട്ട് ഒരുപാട് സംവാദങ്ങൾ നടത്തി തഴക്കവും പഴക്കമുള്ളൊരു കൂട്ടായ്മയാണിത്. വ്യത്യസ്തങ്ങളായ സംവാദങ്ങൾ, പണ്ഡിതന്മാരെ ഇരുത്തിക്കൊണ്ട് നേർക്കുനേരെയുള്ള സംവാദങ്ങൾ, ഇതുപോലുള്ള നേർക്കുനേരെ സ്നേഹസംവാദം എന്ന പേരിലുള്ള ചോദ്യോത്തര സെഷനുകൾ, അതോടൊപ്പം തന്നെ ഇപ്പോൾ പാനൽ ഡിബേറ്റുകളെല്ലാം നടത്തി വരുന്നുണ്ട്. ഇത്രയും നേരം ഈ പ്രോഗ്രാം കണ്ട അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഇത് യഥാർത്ഥത്തിലുള്ള സംവാദമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുജാഹിദീൻ എന്ന പേരുള്ള സംഘടനകളെല്ലാം ലോകത്ത് നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള മുജാഹിദീങ്ങളും പ്രശ്നമാണെന്ന കോലത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ വല്ലാത്ത അബദ്ധ ധാരണയിലാണ് അദ്ദേഹം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ വ്യക്തമായിട്ടാണ് സഹോദരൻ ഇവിടെ മുസ്തഫ തൻവീർ നിങ്ങൾക്ക് വിശദീകരണം നൽകിയിട്ടുള്ളത്. എന്താണ് ഇസ്ലാമിൻ്റെ ജിഹാദ് എന്നിവിടെ വ്യക്തമാണ്. ഈ ജിഹാദ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമമാണ് ജിഹാദ്. ഈ സൃഷ്ടിപ്രപഞ്ചത്തിന് നാഥനുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും സൃഷ്ടിപൂജയിൽ നിന്ന് ഭിന്നമായി ശുദ്ധ ഏകദൈവാരാധന നെഞ്ചിലേറ്റ് ജീവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ തളരാതെ, തകരാതെ, പതറാതെ ത്യാഗസന്നദ്ധതയോടെ നിലനിൽക്കൽ ജിഹാദാണ്. മ്ലേച്ഛമായ പോസ്റ്ററുകൾ കാണുമ്പോൾ കണ്ണുകൾ താത്തി തൻ്റെ കണ്ണിനെ നിയന്ത്രിക്കൽ ജിഹാദാണ്. ശുദ്ധ ഏകദൈവാരാധന നെഞ്ചിലേറ്റി ജനങ്ങളോടത് പറയുമ്പോൾ ആളുകൾ കല്ലെറിയുമ്പോൾ, കൂവി വിളിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ ക്ഷമയോടെ, അവധാനതയോടെ ഈ ആദർശത്തെ നെഞ്ചിലേറ്റ് നിലകൊള്ളൽ സട്ടാവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. പ്രായമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരു യുവാവ് കടന്നു വന്നു, യുദ്ധത്തിന് അനുവാദം ചോദിച്ചിട്ട്. റസൂലുള്ള പറഞ്ഞു, നിനക്ക് പ്രായമുള്ള രക്ഷിതാക്കളിൽ ഉണ്ട്, അവരെ സംരക്ഷിക്കലാണ് ഏറ്റവും ഉന്നതമായ ജിഹാദ്. അവരുടെ പോയി തലവട്ടല അല്ല, അവരെ സേവിക്കലും സംരക്ഷിക്കലാണ് ജിഹാദ്. അതേപോലെ തന്നെ ഇവിടെ കൃത്യമായി ജിഹാദ് എന്തെന്ന് വിശദീകരിക്കപ്പെട്ട ഈ ജിഹാദ് ചെയ്യുന്ന സട്ടാവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ത്യാഗ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നവനെയാണ് മുജാഹിദ് എന്ന് പറയുക. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മുജാഹിദ് എന്ന പേര് വെച്ച് ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാന ആദർശത്തിന് വിരുദ്ധമായ തോന്നിവാസങ്ങളും അതിക്രമങ്ങൾ ചെയ്യുന്ന ആളുകൾ കുറ്റവാളികളാണെങ്കിൽ അവരെ ജയിലിലിടണം, ശിക്ഷിക്കപ്പെടണം. അത് സൗദി അറേബ്യ അല്ല, ഇന്ത്യ മഹാരാജ്യം അല്ല, പാകിസ്ഥാനിലും അല്ല, എവിടെയാണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. മുസ്ലിം എന്ന പേര് ഉള്ള ഒരാൾ അതിക്രമം ചെയ്യുകയാണെങ്കിൽ അവനെ ശിക്ഷിക്കണം. ഹിന്ദു എന്ന പേരിൽ ഒരുത്തൻ അതിക്രമങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവനെ ശിക്ഷിക്കണം. അല്ലാതെ ലോകത്തെ സകല ഹിന്ദുക്കളും പ്രശ്നക്കാരാണെന്ന് പറയാൻ പറ്റുമോ? ക്രിസ്തു മത വിശ്വാസം നെഞ്ചിലേറ്റി ഒരാൾ ചെയ്ത തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ലോകത്തുള്ള സകല ക്രിസ്ത്യാനികളും തീവ്രവാദികളും ടെററിസ്റ്റുകളാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ മുജാഹിദ് എന്ന പേരിന് ദുരുപയോഗം ചെയ്ത് അതിക്രമ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. അവരുമായി ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല, പ്രമാണങ്ങളുടെ യാതൊരു പിൻബലവുമില്ല അവർ ചെയ്യുന്ന അതിക്രമങ്ങൾക്കും തോന്നിവാസങ്ങൾക്കും. അത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, സട്ടാവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിതത്തെ സമർപ്പിച്ച ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനേ അവന് കഴിയൂ. ഒരു തിന്മ കാണുമ്പോൾ കൈകൊണ്ട് തടയണം എന്ന് പഠിപ്പിക്കുന്ന, നാവ് കൊണ്ട് പറയണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണമെന്ന് പറയുമ്പോൾ, നേരെ കത്തിയെടുത്തിട്ട് ഒരാൾ ഒരുത്തനെ കൈകൊണ്ട് കുത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ കൈകൊണ്ട് തടയില്ല, ഇത് കുത്തിക്കഴിഞ്ഞു എന്നിട്ട് ഞാൻ വരാം, അല്ല.
അടിക്കരുത് സഹോദര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മർജിതനും മർദ്ദിക്കുന്നവനും അതെ സഹായിക്കണം ഇവരെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, മർദ്ദനം കിട്ടുന്ന ആളെ ശരി സഹായിക്കാം, പക്ഷെ മർദ്ദകൻ എങ്ങനെയാണ് സഹായിക്കുക? റസൂലുള്ളാഹി പറഞ്ഞു, അവനോട് സഹോദര ചെയ്യരുതടാ, അവനെ അതിക്രമം നടത്തരുത്, അവനെ മർദ്ദിക്കരുത് എന്ന് പറഞ്ഞ് ആ തിന്മയിൽ നിന്ന് അവനെ തടയലാണ്, ഉപദേശിക്കലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എത്ര കൃത്യമാണ് കാര്യങ്ങൾ. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ആദർശത്തെ നെഞ്ചിലേറ്റുന്ന ഒരു മുസ്ലിമിന് ഒരിക്കലും ഒരു പ്രശ്നക്കാരനാകാനോ തിന്മയുടെ വക്താവാകാനോ തീവ്രവാദിയാകാനോ ഫാസിസ്റ്റ് ആവാനോ ടെററിസ്റ്റ് ആവാനോ ആവില്ല. മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങൾ നെഞ്ചിലേറ്റാതെ അതിൻ്റെ പുറംപോച്ചുകൾ മാത്രമുള്ള ആളുകൾ ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് കാരണം അവനാണ് ഇസ്ലാമോ മുസ്ലിങ്ങളോ വിശുദ്ധ ഖുർആനോ സുന്നത്തോ അല്ല. എന്നാൽ ഇന്ന് ലോകത്ത് വളരെ ആസൂത്രിതമായ ഇടപെടലുകൾ നടക്കുന്നു എന്നാണ് സഹോദരൻ മുസ്തഫ തൻവീർ പറഞ്ഞു നിർത്തിയത്. നമ്മൾ അറിയേണ്ടതുണ്ട്, ലോകത്ത് ഇന്ന് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ഉടൻ അത് ഇസ്ലാമിന്റെ തലക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ തലക്ക് കിടക്കട്ടെ. എന്നാൽ ലോകത്ത് നടന്ന സകലവിധ അതിക്രമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം ഇസ്ലാമും മുസ്ലിങ്ങളും ഖുർആനും സുന്നത്തുമാണോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ജീവിതവുമാണോ? നേരത്തെ ഇവിടെ വിശദീകരിച്ചു, ഫസ്റ്റ് വേൾഡ് വാറിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. ഈ ഫസ്റ്റ് വേൾഡ് വാറിന് തിരികൊളുത്തിയത് പ്രചോദനം നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനും ആണോ സഹോദരങ്ങളെ? സെക്കൻഡ് വേൾഡ് വാറിന് അതിന്റെ 5 or 6 ഇരട്ടി ആളുകൾ കൊല്ലപ്പെട്ടു. അതിന് പ്രചോദനവും ആവേശവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനാണോ? ഇന്ത്യയിലെ സിഖുകാരുടെ മനസ്സിൽ ഖാലിസ്ഥാൻ വാദം കുത്തി നിറച്ച് അവരുടെ കയ്യിൽ AK-47 കൊടുത്തു വക്കടാ വടി എന്ന് പറഞ്ഞാലുള്ള ആവേശവും പ്രചോദനവും നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനാണോ? അതേപോലെ തന്നെ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിക്ക് വേണ്ടി ആയുധമേന്തുന്ന തനി ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റുകളുടെ കയ്യിൽ ബോംബ് വെച്ച് കൊടുത്ത് അതിലുള്ള പ്രചോദനം നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, LTT പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള പുലികൾക്ക് സൂയിസൈഡ് ബോംബുകളായി പൊട്ടിത്തെറിക്കാനുള്ള ആവേശവും പ്രചോദനം നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ഫ്രഞ്ച് വിപ്ലവത്തിന് ആവേശം നൽകി 10-40 ലക്ഷത്തിലെ ആളുകളെ അറുകൊല ചെയ്യുവാനുള്ള പ്രചോദനം നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? റഷ്യയിലെ ഉക്രൈനിൽ 2 കോടിയിലധികം വരുന്ന കർഷകരെ പട്ടിണിക്കിട്ട് കൊല്ലുവാനുള്ള ആവേശവും പ്രചോദനം നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനാണോ? വിയറ്റ്നാമിലെ സാധാരണക്കാർക്ക് ഭക്ഷണപ്പൊതികൾ നൽകുന്നത് പോലെ ബോംബുകൾ അവരുടെ നടുമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞ് സാധാരണക്കാരായ നിരപരാധികളെ കഷ്ണങ്ങളാക്കി ചെതറി നശിപ്പിച്ച് കളയാനുള്ള പ്രചോദനം നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനാണോ? കേരളത്തിനകത്ത് നടക്കുന്ന രാഷ്ട്രീയ കലാപങ്ങൾക്ക്, രാഷ്ട്രീയ കുഴപ്പങ്ങൾക്ക്, രാഷ്ട്രീയ അതിക്രമങ്ങൾക്ക്, രാഷ്ട്രീയ ചോരച്ചിന്തലുകൾക്കും ആവേശവും പ്രചോദനവും നൽകിയത് ഇസ്ലാം മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനാണോ? അല്ലല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം തീവ്രവാദത്തിനെതിരാണ്, ഭീകരതക്കെതിരാണ്. അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അൻ-നാസ ജമീഅ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ അൻ-നാസ ജമീഅ. ആരെങ്കിലും ഒരു കാരണമില്ലാതെ ഒരുത്തനെ കൊന്ന ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് മാത്രം അതിക്രമമാണ് അവൻ ചെയ്തത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആരെങ്കിലും ഒരു മനുഷ്യന്റെ ജീവനെ രക്ഷിച്ച ലോകത്തെ മുഴുവൻ മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചതിന്റെ പുണ്യം അവനുണ്ട് എന്ന് പഠിപ്പിച്ച നന്മയുടെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ വളർച്ചയെ, ആ ഇസ്ലാമിന്റെ ശക്തമായ നന്മയുടെ അടിസ്ഥാനത്തിലുള്ള കുതിപ്പ് ദഹിക്കാത്ത ആളുകൾ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നു. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ആസൂത്രിതമായ തന്ത്രമാണ്, കുതന്ത്രമാണ് ഇസ്ലാമിക് ടെററിസം എന്നുള്ള കുപ്രചരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മീഡിയകൾ പറയുന്നത് അപ്പാടെ വിഴുങ്ങുക എന്ന ദുരന്തത്തിൽ നമ്മൾ ആദ്യം മാറണം. മീഡിയ എന്തു പറഞ്ഞാലും അത് അപ്പടി വിശ്വസിക്കുന്ന ഒരു വല്ലാത്ത ഒരു മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പൊതുസമൂഹം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മീഡിയ പറയാണ് ഇപ്പോൾ സമയം രാവിലെ 8:15 പറഞ്ഞാൽ ശരി എന്ന് 8:15, രാവിലെ 8:15 എന്നു പറയുന്നൊരവസ്ഥയിലേക്ക് സമൂഹത്തിന്റെ മനസ്സും മസ്തിഷ്കവും മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ദുരന്തം. അതുകൊണ്ട് ഇസ്ലാമിനെ അറിയേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഏതെങ്കിലും മാധ്യമങ്ങളോ മീഡിയകളോ നൽകുന്ന വികലമായ വെളിച്ചത്തിലല്ല. അതല്ലെങ്കിൽ മുസ്ലിം പേരുള്ള ആരെങ്കിലും പ്രമാണവിരുദ്ധമായി ചെയ്യുന്ന കേവല വികാരത്തിന്റെ, അതിക്രമത്തിന്റെ നടപടികൾ സ്വീകരിക്കുമ്പോൾ അവരാണ് അതിന്റെ കുറ്റക്കാർ. അതിന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഖുർആാനിനെയും സുന്നത്തിനെയും പ്രതിക്കൂട്ടിൽ നിർത്തരുത്. നേർക്ക് നേരെ പേരിൽ തന്നെ സമാധാനം എന്ന അർത്ഥ താല്പര്യമുള്ള, പരസ്പരം കണ്ടുമുട്ടിയാൽ അപ്പോൾ അഭിവാദ്യത്തിൽ പോലും അസ്സലാമു അലൈക്കും, സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, ദിനമഞ്ച് നേരത്തെ നമസ്കാരത്തിൽ നിന്ന് ഓരോ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോഴും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അല്ലാഹുവിൽ നിന്നുള്ള സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, എന്നിട്ടും അല്ലാഹുമ്മ അൻതസ്സലാമു മിൻക
വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം. സൃഷ്ടാവേ അല്ലാഹുവേ, നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ എന്ന് മനം ഒരുങ്ങി ലോകത്തെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ നിരന്തരമായി 10,000-കണക്കിന് പള്ളികളിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഭീകരവാദികളും തീവ്രവാദികളാകാനാവുക? അതുകൊണ്ട് ഇസ്ലാമിനെ അറിയാത്ത, ഇസ്ലാം കൃത്യമായി പഠിക്കാത്ത, ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെ കാമ്പ് മനസ്സിലാക്കാത്ത ആളുകൾ ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് ഇസ്ലാമിനെയോ മുസ്ലിങ്ങളെയോ പ്രമാണങ്ങളെയോ പ്രതിക്കൂട്ടിൽ നിർത്തരുത്. 1. 2. ഇന്നത്തെ മീഡിയ ഇസ്ലാമിനെ കരിവാരിത്തേക്കാനും ഇസ്ലാമിൻ്റെ ജൈത്രയാത്രയ്ക്ക് കൂച്ചുവിലങ്ങിടുവാനും പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്ര കുതന്ത്രത്തിൽ നമ്മൾ അകപ്പെട്ടു പോകരുത്. 3. ഒരു യഥാർത്ഥ ഇസ്ലാമിന് ഒരിക്കലും തീവ്രവാദിയോ ഭീകരവാദിയോ ടെററിസ്റ്റോ ഫാസിസ്റ്റോ ആകാനാവില്ല. നന്മയുടെ വക്താവായി തിന്മയ്ക്കെതിരെ ശക്തമായ പ്രമാണബദ്ധമായ പക്വമായ ബോധവൽക്കരണം നടത്തി ശക്തമായ നിലയിൽ ജിഹാദ് ചെയ്യുന്നവനായിക്കൊണ്ട് നിലകൊള്ളാനാവും. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ. അസ്സലാമു അലൈക്കും. സഹോദരൻ റസ്മേൽ പാനൂർ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മാനവരിൽ മഹോന്നതനായ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം വർഷം തോറും സ്മരിക്കുക വഴി പ്രവാചകന്റെ പ്രബോധനവും ജീവിതചര്യയും സമൂഹത്തിൽ ചർച്ചയ്ക്ക് വഴിവെക്കാൻ കാരണമാകുമെങ്കിൽ ജന്മദിനം ആചരിക്കുന്നവരെ എതിർക്കേണ്ടതുണ്ടോ? ജന്മദിനത്തിന്റെ ദിവസത്തിലുള്ള സംശയവും ശിർക്കിലേക്ക് നയിക്കുന്ന പദ്യങ്ങളും മറ്റും മാറ്റി നിർത്തിക്കൊണ്ട് ജന്മദിനം സ്മരിക്കുന്നവരെ എതിർക്കേണ്ടതുണ്ടോ? സഹോദരന്റെ ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക വഴി ഓരോ വർഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സ്മരിക്കുവാൻ, പരിചയപ്പെടുത്തുവാൻ അത് കാരണമാവുകയല്ലേ? അതുകൊണ്ട് ശിർക്കിൻ്റെയും ആ രൂപത്തിലുള്ള വചനങ്ങൾ ഒഴിവാക്കി അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ നടക്കുന്നതൊക്കെ ഏതായാലും ശിർക്കിൻ്റെയും അതേപോലുള്ള വചനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഇനി അത് ഒഴിവാക്കി ഒരു പുതിയ രൂപത്തിൽ ആഘോഷിക്കാനും ആഘോഷത്തിൽ പങ്കെടുക്കാനും പാടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരു കാര്യം ആഘോഷിക്കണമെങ്കിൽ, ഇസ്ലാമികമായ ആഘോഷമായി കണക്കാക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ അതുണ്ടാവണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കുന്നതിനെ ശക്തമായി എതിർത്ത ഒരു പ്രവാചകനാണ്. ജന്മദിനാഘോഷം എന്നുള്ളത് ശക്തമായി എതിർത്ത പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഏതാണ് എന്നുള്ളത് ഇപ്പോഴും ഒരുപാട് ഡേറ്റുകൾ, ഒരുപാട് തീയതികളിൽ ഇപ്പോഴും ചരിത്രകാരന്മാരും അല്ലാത്തവരുമൊക്കെ പറയാറുണ്ട്. റബിയുൽ അവൽ മാസം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതല്ലാത്ത മാസം അഭിപ്രായപ്പെട്ട ചരിത്രകാരന്മാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ, ജനിച്ച ദിവസത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ജന്മദിനം എന്നുള്ളത് ഒരു വലിയ സംഭവമായി ആ കാലഘട്ടത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നവരോ സഹാബികളോ അല്ലാത്തവരോ ആരും അത്ര പ്രാധാന്യത്തോടുകൂടെ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് അവർ ആഘോഷിക്കുന്ന പ്രവാചകന്മാരുടെ ജന്മദിനം അല്ലെങ്കിൽ അല്ലാത്തവരുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു രീതി, ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും കൃത്യമായ തീയതി തന്നെ നമുക്ക് ലഭിക്കുമായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നിശിതമായി എതിർത്തതാണ്. ലാ തത്റൂനി കമാ അത്തറത്തിൻ നസാറ ഈസാ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാമയെ, മറിയമിന്റെ പുത്രനായ ഈസാ അലൈഹിസ്സലാമയെ നസാറാക്കൾ, ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ ഒരിക്കലും എന്നെ പുകഴ്ത്തരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ പഠിപ്പിച്ച വചനമാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ രൂപത്തിൽ, അമിതമായ രൂപത്തിൽ തന്നെ പുകഴ്ത്താനും തന്നെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഈ രീതി എന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അദ്ദേഹത്തിന്റെ അനുയായികളോ ഒരിക്കലും ആചരിച്ചു എന്ന് ഒരിക്കലും പ്രാമാണികമായി തെളിയിക്കാൻ കഴിയാത്ത ഈ ജന്മദിന സമ്പ്രദായം തീർച്ചയായും ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും കടമെടുത്തതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്ത്യാനികൾ
അവരുടെ പ്രവാചകനായ ഈസാ അലൈഹിസ്സലാം അഥവാ ഈസാ നബി അലൈഹിസ്സലാം യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു ജന്മദിന രീതി എന്നുള്ള രൂപത്തിലാണ് ആഘോഷിക്കുന്നത്. തീർച്ചയായും ഇസ്ലാമിക പ്രമാണങ്ങളാണ് ആ കാര്യങ്ങൾ തെളിയിക്കേണ്ടത്. ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ല. ഒരു സാധാരണക്കാരായ മനുഷ്യന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ പോലും ഇസ്ലാം തെളിവ് നൽകിയിട്ടില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് സ്ഥാനമില്ല എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രീതികൾ നമ്മൾ മാറ്റിവെക്കേണ്ടതാണ്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷം തോറും പിന്നെ ഒരു പ്രത്യേകമായ സമയത്ത് മാത്രം ജീവിതം കാണിച്ചു കൊടുക്കേണ്ട, പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലൂടെ കാണിച്ചു കൊടുക്കാൻ കഴിയണം. അല്ല, അവന്റെ കുടുംബജീവിതത്തിൽ ഇതാണ് ഞങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന കുടുംബജീവിതം എന്ന് കാണിച്ച് മാന്യമായി കാണിക്കാൻ സാധിക്കണം. ഒരാളുടെ സാമൂഹിക ജീവിതത്തിൽ ഇതാണ് ഞങ്ങളുടെ നേതാവ് പഠിപ്പിച്ച സാമൂഹിക ജീവിതം എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഒരാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതാണ് ഞങ്ങളുടെ നേതാവ് കാണിച്ചു തന്ന ജീവിതം എന്ന് പരിചയപ്പെടുത്താൻ കഴിയണം. ഒരാളുടെ വ്യക്തിപരമായ രഹസ്യ ജീവിതത്തിൽ ഇതാണ് ഞങ്ങളുടെ പ്രവാചകൻ കാണിച്ചത് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. ഇങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ജീവിച്ചത് ആ ജീവിത മാതൃക കാണിച്ചു കൊടുക്കാൻ നമ്മൾ സന്നദ്ധരായാൽ തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ലോകം മുഴുവൻ ഒരു മാസക്കാലമല്ല, ലോകത്തിലെ ഓരോ സെക്കൻഡും നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് എതിരായി നിന്നുകൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതാണ് പ്രവാചകൻ എന്ന് പരിചയപ്പെടുത്താൻ ഒരിക്കലും ഒരു മുസ്ലിമിനെന്നല്ല ഒരാൾക്കും സാധിക്കില്ല. എന്നതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പരിചയപ്പെടുത്തേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെയാണ്. ആ ചര്യക്കെതിരായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ മാറ്റിവെക്കുകയും ആ ചര്യ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ സമൂഹത്തിന് പരിചയപ്പെടുത്താനാണ് മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് ഈ വിഷയകമായി സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റമീസ്. എൻ്റെ ചോദ്യം, ഈയിടെ ജസ്റ്റിസ് കൃഷ്ണയ്യർ ഒരു ബിൽ അവതരിപ്പിച്ചിരുന്നു, വുമൻസ് കോഡ് ബിൽ. അപ്പോൾ ആ ബില്ലിൽ പറയുന്നത് ഇന്ത്യയിലെ ഒരു സ്ത്രീക്കും 2-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഉണ്ടായാൽ അവർ ജയിൽ ശിക്ഷ അനുഭവിക്കും, പിന്നെ പിഴ ഈടാക്കുകയും ചെയ്യും. അപ്പോൾ ഇസ്ലാമിൻ്റെ വീക്ഷണം എന്താണിത്? സഹോദരൻ്റെ ചോദ്യം പ്രസക്തമാണ്. മലയാള മാധ്യമങ്ങളിലെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ട, അതോടൊപ്പം തന്നെ പലപ്പോഴും അതിന് അനുകൂലവും പ്രതികൂലവുമായ ചർച്ചകളും സംവാദങ്ങളും മാധ്യമങ്ങളിലും പത്രങ്ങളിലെല്ലാം സജീവമായ ഒരു വിഷയമാണ്. ബഹുമാന്യനായ VR കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ 12-അംഗ സംഘം കേരള സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് വിമൻസ് കോഡ് ബിൽ. യഥാർത്ഥത്തിൽ ശിശുക്കളുടെയും വനിതകളുടെയും സംരക്ഷണത്തിന് വേണ്ടി അവർ മുന്നോട്ട് വച്ച അവരുടെ പഠന റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ വിമൻസ് കോഡ് ബിൽ എന്ന അർത്ഥത്തിൽ നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. വനിതാ ശിശു സംരക്ഷണ ബിൽ എന്നാണ് അദ്ദേഹം തന്നെ അതിനെ വിശദീകരിച്ചത്. ആ വനിതാ ശിശു സംരക്ഷണ ബില്ലിൽ മുന്നോട്ട് വെച്ച വളരെ പ്രസക്തമായ ചില നിർദ്ദേശങ്ങളാണ് അദ്ദേഹം ചോദ്യകർത്താവ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, കേരളത്തിലെ ദമ്പതികൾക്ക് 2-ലധികം കുട്ടികൾ ഉണ്ടാകരുത്. 2, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം ദമ്പതികളാകട്ടെ, അതിന് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാകട്ടെ, അവർക്ക് തടവുണ്ട്, പിഴയുണ്ട്. അതോടൊപ്പം തന്നെ 3-മതായി, കേരളത്തിലെ മുഴുവൻ സർക്കാർ ഹോസ്പിറ്റലുകളിലും ഗർഭഛിദ്രത്തിനുള്ള സൗജന്യമായ അവസരങ്ങൾ ഉണ്ടാവണം, സേവനങ്ങൾ സജീവമാകണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ആശുപത്രികളിലും സൗജന്യ ഗർഭഛിദ്രത്തിനുള്ള അവസരങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകണം. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ വിമൻസ് കോഡ് ബില്ലിലൂടെ, വനിതാ ശിശു സംരക്ഷണ ബില്ലിലൂടെ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിൻ്റെ പേരും
ആ പേരോടൊപ്പം തന്നെ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നമ്മൾ രണ്ടും രണ്ട് വഴിക്ക് പോകുന്നൊരു ദുരന്തമാണ് നമ്മൾ കാണുന്നത്. വനിതാ ശിശു സംരക്ഷണ ബില്ലാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു വനിതയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയാകാനുള്ള, അമ്മയാകാനുള്ള, ഉമ്മയാകാനുള്ള, തൻ്റെ പൊന്നോമനയെ ഗർഭം ചുമക്കുവാനുള്ള, പ്രസവിക്കുവാനുള്ള, തൻ്റെ ചോരപ്പൈതലിനെ സ്നേഹിച്ച് ലാളിച്ച് ചൂടും ചുംബനവും നൽകി വളർത്തിയെടുക്കുവാനുള്ള ഒരു പെണ്ണിൻ്റെ അടിസ്ഥാന ആവശ്യത്തെയും അവകാശത്തെയും ചവിട്ടി മതിക്കുന്ന ഈ ബില്ലിൻ്റെ പേര് വനിതാ സംരക്ഷണ ബില്ലെന്നാണ്. ഏതൊരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ജനിക്കാനുള്ള അവൻ്റെ അടിസ്ഥാന അവകാശത്തെ പോലും പിച്ചു ചീന്തുന്ന ബില്ലിൻ്റെ പേരും ശിശു സംരക്ഷണ ബില്ല് എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള വാദമുഖങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ മലയാള മണ്ണ് അഭിമുഖീകരിക്കാവുന്ന ഒരു മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ. അഥവാ ജനം പെരുകിയാൽ, ജനസംഖ്യ വർധനവ് സജീവമായാൽ, അല്ലെങ്കിൽ ജനങ്ങൾ കൂടിയാൽ സകലവിധ പട്ടിണിക്കും പരിവട്ടത്തിനും കാരണമായി തീരുമെന്നും, ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ആയുർദൈർഘ്യം കുറയുമെന്നും, അത് തൊഴിലില്ലായ്മക്ക് കാരണമായി തീരുമെന്നും തുടങ്ങി ഒരുപാട് വിശദീകരണങ്ങളാണ് ആ രംഗത്തുള്ള ബുദ്ധിജീവികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ജനസംഖ്യാ വർധനവ് പ്രശ്നമാണ്, ആപത്താണ്, മഹാവിപത്താണ്, ഇതൊരു മഹാപ്രശ്നമാണ്, മഹാമാരിയാണെന്നുള്ള ചിന്ത ലോകത്ത് കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടത് 1798 തോമസ് റോബർട്ട് മാൽത്തൂസിന്റെ കൃതികളിലൂടെയാണ്. അദ്ദേഹം ഈ വാദം മുന്നോട്ട് വെക്കുകയും ലോകത്ത് ജനങ്ങൾ പെരുകുക വഴി എത്രത്തോളം എന്നാൽ യൂറോപ്പ് അടക്കം മരുഭൂമിയായി തീരുമെന്നും, ഇവിടെയുള്ള ജലങ്ങൾ കായലുകളും കടൽ വരെ വറ്റിവരളും എന്നുവരെയുള്ള വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞൊപ്പിച്ചത്. അതിനുശേഷം ചർച്ച ചെയ്യപ്പെട്ട ഇതേ ആശയം ഉന്നയിച്ചുകൊണ്ട് ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട കൃതികളിലും ഇതുപോലുള്ള ഭീതിതമായൊരു മഹാമാരി ലോകം അഭിമുഖീകരിക്കാനുണ്ട് എന്നൊരു പ്രശ്നകലുഷിതമായൊരു അന്തരീക്ഷത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇവരെല്ലാം വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ 1798 മാൽത്തൂസ് ഇത്തരത്തിലുള്ള തൻ്റെ വികൃത ചിന്തകൾ മുന്നോട്ട് വെക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ലോക ജനസംഖ്യ 90 കോടിയായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഈ 2011 700 കോടിയിൽ കവിഞ്ഞു നിൽക്കുന്നു ലോക ജനസംഖ്യ. 1798 90 കോടിയിൽ നിന്നും 2011 700 കോടി വരെയുള്ള ഈ കാലയളവിൽ ലോകത്ത് ക്ഷാമമാണോ ക്ഷേമമാണോ കൂടുതലെന്ന ചോദ്യത്തിന് ഉത്തരം വ്യക്തം. അതെ, എല്ലാ അർത്ഥത്തിലും സുഖവും സൗകര്യവും വിഭവങ്ങളുടെ ആധിക്യവും തന്നെയാണ്. മെച്ചമാണ്, നഷ്ടമല്ല, നേട്ടമാണ്. ഇനിയോ പിന്നെയും ആ രംഗത്തുള്ള പഠനങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ 1950 ലോകത്ത് 242 കോടി ജനസംഖ്യ ഉണ്ടായിരുന്ന കാലം. അന്ന് ലോകത്തെ ഭക്ഷ്യ വിഭവങ്ങളുടെ ഉൽപാദനം 62.4 കോടി ടണ്ണായിരുന്നു. 950 242 കോടി ജനമുള്ള സമയത്ത് ലോകത്തെ ഭക്ഷ്യധാന്യ ഉൽപാദനങ്ങളുടെ അളവ് 62.4 കോടി. 1990 ആയപ്പോൾ ജനസംഖ്യ ഇരട്ടിയായി 254 കോടിയായി, 540 കോടിയായി ഉയർന്നു. 540 കോടിയായി ഏകദേശം. ആ സമയത്തുള്ള ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപാദനമാകട്ടെ 3 ഇരട്ടി വർദ്ധിച്ചു, 180 കോടി ടണ്ണായി ഉയർന്നു. ജനം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപാദനം കൂടുമെന്നതാണ് പച്ചയായൊരു സത്യം, പരമയാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ത്യയുടെ ചരിത്രത്തിന് താളുകൾ തന്നെ മറിക്കുമ്പോൾ 1901 അന്നുണ്ടായിരുന്ന ലോക ജനസംഖ്യയുടെ ക്രമം എടുത്തു നോക്കുമ്പോൾ അന്നുള്ള സാധാരണക്കാരനായ ഒരു ഇന്ത്യക്കാരൻ്റെ, ഒരു ഇന്ത്യൻ പൗരന്റെ ശരാശരി ആയുർദൈർഘ്യം 24 വയസ്സാണ്. എന്നാൽ 2004 102 കോടി ജനസംഖ്യയായി ഇന്ത്യ രാജ്യം തലയുയർത്തി നിൽക്കുമ്പോഴുള്ള ആയുർദൈർഘ്യം 64 വയസ്സാണ് ഇന്ത്യൻ പൗരന്റെ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ജനങ്ങളുടെ വർധനവ് അനുസരിച്ച് ഉൽപാദനങ്ങൾ നടക്കും, ക്രിയാത്മകമായ ഇടപെടലുകൾ നടക്കും, സാങ്കേതിക രംഗത്ത്, ശാസ്ത്രരംഗത്ത് വിജ്ഞാന വിസ്ഫോടനങ്ങൾ ഉണ്ടാകും. അതേ പിറന്നു വീഴുന്ന ആളുകൾ, ചില ആളുകളുടെ ഈ ജനസംഖ്യ വർധനവ് പ്രശ്നമാണ് എന്ന് പറയുന്ന ആളുകളുടെ വീക്ഷണത്തിൽ തിന്നാനുള്ള വായും ദഹിപ്പിക്കാനുള്ള ആമാശയവും തിന്നുമുടിക്കാനുള്ള വായും വയറുമായിട്ടല്ല അവർ പറന്നു വീഴുന്നത്. അതോടൊപ്പം തന്നെ പ്രവർത്തിക്കാനുള്ള കൈകളും ചിന്തിക്കുവാനും കാലചക്രത്തിന്റെ കറക്കമനുസരിച്ച് വളരാനും വികസിക്കുവാനുള്ള നല്ല സവിശേഷമായ മസ്തിഷ്കവും ബുദ്ധിയുമായി കൊണ്ടാണ് ഏതൊരു കുട്ടിയും പറന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ബുദ്ധിയും അറിവും കഴിവും ആരോഗ്യവും സൃഷ്ടിപരമായി ഉപയോഗിക്കുക വഴി
ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം ശക്തമായി വർദ്ധിപ്പിക്കുവാനും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിസ്ഫോടനങ്ങൾക്ക് കാരണമായി തീരുവാനും അത്തരത്തിലുള്ള ഇടപെടലുകളും ശാസ്ത്രീയമായ കണ്ടെത്തലുകളും വഴി ആയുർദൈർഘ്യം വർദ്ധിക്കാനും തൊഴിലില്ലായ്മ പരിഹരിക്കുവാനും കഴിയുമെന്നതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യവും വസ്തുതയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയോ പൊന്നുമക്കളെ കൊന്നുകളയണമെന്നുള്ള ഇത്തരം വീക്ഷണങ്ങളുടെ അവസ്ഥ എന്താ? ഈ പറയുന്ന ഇന്ത്യയിലെ 1970കളിൽ 1975 എന്നാണ് എൻ്റെ ഓർമ്മ, ആ സമയത്തുള്ള MTP ആക്ട് ഉണ്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പ്രകാരം ഇന്ത്യ മഹാരാജ്യത്തിൽ ഭ്രൂണഹത്യ അല്ലെങ്കിൽ ഭ്രൂണചിത്രം എപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ? പ്രസവം വഴി അല്ലെങ്കിൽ മാതാവ് മരണപ്പെടും എന്നുള്ള വല്ലാത്തൊരു ക്രിട്ടിക്കൽ കണ്ടീഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ബലാത്സംഗം പോലുള്ള പ്രശ്നങ്ങളാൽ പെൺകുട്ടി ഗർഭിണിയാകുമ്പോഴുള്ള ഒരു ഇടപെടലായിട്ടാണ് ഈ MTP ആക്ട് നിയമാനുസൃതമായ പിൻബലം നൽകുന്നത്. ഈ ഒരു നിയമാനുസൃതമായ പിൻബലം ഇത്തരം ഒരു സാഹചര്യം മാത്രമേ ഇന്ത്യൻ്റെ നിയമം അനുവദിക്കുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഓരോ കൊല്ലവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭ്രൂണഹത്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് പെൺഭ്രൂണഹത്യ. മലയാള മണ്ണിൽ തന്നെ 2004 കേരളത്തിന്റെ തലസ്ഥാന നഗരിലെ ഒരൊറ്റ ഹോസ്പിറ്റലിൽ മാത്രം നടന്ന കണക്ക് 1300-ലധികം ഗർഭഛിദ്രങ്ങളാണ്, ഈ നിയമങ്ങളൊന്നും വരാത്തൊരു കാലഘട്ടത്തിൽ. ഇനിയോ 2-ലധികം കുട്ടികൾ വേണ്ട എന്നുള്ള നിയമം വരികയും അതോടൊപ്പം തന്നെ ഗർഭഛിദ്രത്തിനുള്ള അവസരം സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും അതിനുള്ള പൂർണ്ണമായ സേവനവും നിയമ പിൻബലവും നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ? ഈ നില തുടർന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ടുഡേയിൽ ആ സമയത്ത് വന്നൊരു വാർത്തകളിലൂടെ ചർച്ചകളിലൂടെ പ്രമുഖരായ ആളുകൾ വിശദീകരിച്ചത്, നിലവിലുള്ള കേരളത്തിന്റെ ഈ അവസ്ഥ തുടർന്നാൽ തന്നെ ഏതാനും വർഷങ്ങൾക്കകം കേരളത്തിന്റെ പേര് വൃദ്ധാലയം എന്ന് മാറ്റേണ്ടി വരുമെന്നാണ്. അതേസമയം ഈ ആക്ട് അപ്ലൈ ചെയ്യുകൂടി ചെയ്താൽ എത്രയും പെട്ടെന്ന് കേരളത്തിന്റെ പേര് വൃദ്ധാലയം എന്ന് എഴുതി ചേർക്കേണ്ടി വരുമെന്ന ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, ഇത്തരം ആളുകൾക്ക് ചില ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? രണ്ടാമത്തെ ഭാര്യ പ്രസവിക്കുമ്പോൾ 3-4 കുട്ടികളുണ്ടായി, അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ, ഇരട്ടകൾ അല്ലെങ്കിൽ 3 കുട്ടികളുണ്ടായി. ആരെയൊക്കെ കൊല്ലണം? ഇത്രയും മാസം നൊന്ത് പ്രസവിച്ച ഗർഭം ചുവന്ന മാതാവിനെ മക്കളെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് മാതാവിനെ വിളിച്ച് ജയിലിൽ അടക്കണോ? അതിന് ഉത്തരവാദിയായ ഭർത്താവിനെ കൊണ്ട് പഴ കെട്ടിപ്പിക്കണോ? പിതാവിനെ കൊണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തീർത്തും വികൃതമായ സാമ്രാജ്യത്വ ശക്തികൾ ദരിദ്ര രാഷ്ട്രങ്ങളെ കൂച്ചുവിലങ്ങുകളിൽ പിടിച്ചു നിർത്തുവാനും അതോടൊപ്പം തന്നെ വികസന രാഷ്ട്രങ്ങൾക്കിടയിൽ താങ്കളുടെ ആധിപത്യം ശക്തമായി സ്ഥാപിക്കുവാനും വേണ്ടിയുള്ള ആസൂത്രിതമായ തന്ത്രത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ജനസംഖ്യാ വർധനവ് പ്രശ്നമാണ് എന്ന ഒരുതരം തന്ത്രം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ അർത്ഥത്തിലുമുള്ള സാമ്പത്തികമായ സ്വാധീനവും എല്ലാ അർത്ഥത്തിലുമുള്ള അതീശത്വവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പോലീസുകാരായി ചമയണമെന്നുള്ള അഹങ്കാരത്തിന്റെ ഭാഗവും മറ്റിതര രാഷ്ട്ര സംവിധാനങ്ങൾ ജനങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ചുള്ള മാറ്റങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിസ്ഫോടനങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങളുടെ അടിവേരുകൾ അറുക്കപ്പെടുമെന്നുള്ള പേടിയും ഭയവുമാണ് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾക്ക് പിന്നിലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഭ്രൂണഹത്യ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരു മാംസകഷ്ണം എടുത്ത് കളയലാണ്, വളരെ സിമ്പിളാണ് പ്രശ്നമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിലും പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടിച്ചേർന്ന് സിക്താണ്ഡമായി മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച 7ാമത്തെ ദിവസം മുതൽ മാതാവിന്റെ ശരീരത്തിൽ നിന്ന് തൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ സ്വീകരിച്ചു തുടങ്ങും ആ തുടക്ക കാലഘട്ടത്തിലെ ആ കുഞ്ഞൻ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, 10 ദിവസമായി കഴിഞ്ഞാൽ 10ാമത്തെ ദിവസം തൻ്റെ ശരീരത്തിൽ നിന്നൊരു പ്രത്യേക ഹോർമോൺ സന്ദേശം അയച്ച് മാതാവിന്റെ ശരീരത്തിലേക്ക് ചില സിഗ്നലുകൾ നൽകും ഈ കുഞ്ഞ്. അഥവാ ആ സിഗ്നലുകൾ കിട്ടുന്നതോടുകൂടെ മാതാവിന്റെ ആർത്തവ ചക്രം നിൽക്കും, പിന്നെ ആർത്തവം ഉണ്ടാവില്ല. അവരുടെ മാറിടം മുലയൂട്ടലിനും പാകപ്പെടും. ഈ രാസ സന്ദേശം കിട്ടിയ ഉടൻ അവരുടെ ഇടുപ്പല്ലുകൾ പ്രസവത്തിന് തയ്യാറാകും. 8 ആഴ്ച പ്രായമുള്ള ഒരു കുട്ടിയിൽ നടത്തിയ പഠനം, ആ കുട്ടിയുടെ കൈവെള്ളയിൽ ഒരു സൂചി എടുത്ത് കുത്തിയപ്പോൾ ആ കുട്ടി അല്ലെങ്കിൽ മാതാവിന്റെ ഗർഭാശയ പ്രായത്തിലുള്ള 8 ആഴ്ച പ്രായമുള്ള കുട്ടി തൻ്റെ കൈ പുറകോട്ട് വലിക്കുകയും വായ പൊളിക്കുകയും ചെയ്തെന്നാണ് വൈദ്യശാസ്ത്ര രംഗത്തെ പഠനങ്ങളോട് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേവലം 9 ആഴ്ച മാത്രം പ്രായമുള്ള കുട്ടിക്ക് നമ്മുടെ ഈ കുഞ്ഞൻ വിരൽ പിടിക്കാൻ കഴിയുന്ന ആ ചോര പൈതലിനെ D&C എന്നും D&E എന്നുള്ള വ്യത്യസ്ത ഓമന പേരുകളിലൂടെ ചെയ്യണം. എന്താ വെച്ചാൽ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് മൂർച്ചയുള്ള ഗർഭഛിദ്രം നടത്താൻ ഉപയോഗിക്കുന്ന പ്രത്യേകമായ കത്രിക, മൂർച്ചുള്ള ആയുധം കടത്തി ആ കുഞ്ഞിക്കായും കുഞ്ഞിക്കാലും കഷ്ണമാക്കി നുറുക്കിയെടുക്കുകയാണ് ചെയ്യുക. അതേസമയം 6, 7, 8 മാസം പ്രായമായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തലയോട്ടി അടക്കം കനപ്പെട്ടുണ്ടാവും, ബലം വന്നിട്ടുണ്ടാവും. ഇത്തരം സമയത്ത് മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് ആ ചോര പൈതലിന്റെ തല കഷ്ണമാക്കി നുറുക്കി പീസാക്കി വരണ്ടി ചുരണ്ടിയെടുക്കുകയാണ്.
ഒന്ന് നിലവിളിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ഒന്ന് ഓടിയകലാൻ കഴിയാതെ, നിസ്സഹമായ പ്രയാസത്തിൽ വല്ലാത്തൊരവസ്ഥയിൽ ആ ചോര പൈതലിനെ കഷ്ണം കഷ്ണമാക്കി നുറുക്കിക്കൊല്ലുക എന്നുള്ള തോന്നിവാസത്തിന് നിയമ പിൻബലം വേണമെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഭംഗിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യം വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാകിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. നിങ്ങളുടെ പൊന്നുമക്കളെ നിങ്ങൾ അറുകൊല ചെയ്യരുത്. നിങ്ങൾ എന്തിന് ദാരിദ്ര്യം ഭയന്ന്, പട്ടിണി ഭയന്ന്, പരിവട്ടം ഭയന്ന് നിങ്ങളുടെ പൊന്നോമന മക്കളെ നിങ്ങൾ അറുകൊല ചെയ്യരുതേ. നഹ്നു നർസുഖുഹും വഇയ്യാകും. നിങ്ങൾക്കും അവർക്കും ഉപജീവനം നൽകുന്നവൻ ഞാനാണ്. നിങ്ങൾക്കും അവർക്കും ഭക്ഷണവും കുടിനീരും നൽകുന്നവൻ ഞാനാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. നിങ്ങൾ ചെയ്യുന്ന ഈ കൊല വല്ലാത്ത മഹാ അപരാധമാണ് എന്നാണ് ഖുർആൻ 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 31-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയുന്നത്. പട്ടിണിയും ദാരിദ്ര്യവും ഭയന്നുകൊണ്ട് പൊന്നോമന മക്കളെ അറുകൊല ചെയ്യരുത് എന്ന്. ഉപജീവനം നൽകുക എന്നത്, ഭക്ഷണവും കുടിനീരും നൽകുക എന്നത് സൃഷ്ടാവിന്റെ ബാധ്യതയായി സൃഷ്ടാവ് ഏറ്റെടുത്തിരിക്കെ ലോകത്തെ പരമാണു മുതൽ സകല ജന്തുവർഗങ്ങൾക്കുമുള്ള ഉപജീവനം പടച്ചറബ് നിശ്ചയിച്ചിട്ടുണ്ട്. കൃത്യമായ താളക്രമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പടച്ചറബ് നൽകിയ, സട്ടാവ് നൽകിയ ജീവനെ ഹനിക്കാനും നശിപ്പിക്കാനുള്ള അധികാരം നമുക്കില്ല. അതുകൊണ്ട് ഒരിക്കലും ജനസംഖ്യാ വർധനവ് പട്ടിണിക്കും പരിവട്ടത്തിനുമല്ല കാരണമായി തീരുക. അതേസമയം പട്ടിണി പരിവട്ടവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം സാമ്പത്തിക രംഗത്തെ വികലവും വികൃതവുമായ നമ്മുടെ സമീപനങ്ങളാണ്, പൂഴ്ത്തിവെപ്പും ധൂർത്തുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ലോകത്ത് കേവലം 12% മാത്രം വരുന്ന യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ആളുകളാണ് ലോകത്തെ ഭക്ഷ്യവിഭവത്തിന്റെ 60% ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 60%-ൽ 20% പൊങ്ങച്ചത്തിന് വേണ്ടി അവർ വേസ്റ്റ് കൊട്ടയിലേക്ക്, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നതാണ്. ആ 20% ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടെങ്കിൽ ലോകത്തെ പട്ടിണി കൃത്യമായ ആസൂത്രണ നടപടിക്രമങ്ങളിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ആ രംഗത്തെ പഠനങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഓരോ കൊല്ലവും പരസ്യത്തിന് വേണ്ടി വാരിക്കോരി വലിച്ചെറിയുന്ന, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മെനയുന്ന പരസ്യ ഭീമന്മാർ ഓരോ കൊല്ലം ഉപയോഗിക്കുന്ന 10-24,000 കോടി പണമാണ്. ഈ പണം ഉണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ 2 കോടിയിലധികം വരുന്ന മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന പിഞ്ചോമന മക്കളെ, അല്ലെങ്കിൽ എല്ലും തോലുമായ സാധാരണക്കാരായ കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും 9 കോടിയിലധികം വരുന്ന സൗത്ത് ആഫ്രിക്കയിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനും പിന്നെയും ബാക്കിയുണ്ടാവും ആ പണം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മനുഷ്യർ ചെയ്യുന്ന ധൂർത്തും പിശുക്കും പൂഴ്ത്തിവെപ്പും അർഹരായ ആളുകൾക്ക് കിട്ടാണ്ടത് കിട്ടാതെ അറബിക്കടലിലും അതേപോലെ തന്നെ പല കടലിന്റെ അഗാധ തലങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് നശിപ്പിച്ച് കളയാണ് ധാന്യങ്ങൾ, പൂഴ്ത്തിവെച്ചിട്ട് പുഴുത്തു നാറിയിട്ട്. ആർക്കാണിത്? ഇത്തരത്തിലുള്ള വികൃതമായ നടപടിക്രമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡോളറിന്റെ ആധിപത്യമാണ് ലോകത്തെ സ്വാധീനിക്കേണ്ടത് എന്ന അമേരിക്കയുടെ ദുഷ്ടലാക്കും ഇതിന്റെ പിന്നിലുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെ നമ്മൾ അപഗ്രഥിക്കേണ്ടത്. 2006-ൽ ദരിദ്ര രാഷ്ട്രങ്ങൾ വികസിത രാജ്യങ്ങൾക്ക് കൊടുക്കാനുള്ള കടം 29,000 കോടി ഡോളറാണ്. 29,000 കോടി ഡോളർ 2006-ലെ ആ ഒരു വർഷത്തിൽ. അന്ന് ഈ ദരിദ്ര രാഷ്ട്രങ്ങളെല്ലാം മാക്സിമം കൊടുത്തത് 5,730 കോടി ഡോളർ മാത്രം. 29,000 കോടി കൊടുക്കാണ്ട് ആകെ കൊടുത്ത് 5,000, മാക്സിമം 6,000 കൊടുത്തിട്ടുള്ളൂ. ഒരു കാലത്തും കൊടുത്തു വിട്ടാൻ കഴിയാത്ത രീതിയിലാണ് ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് വികസിത രാഷ്ട്രങ്ങൾ കടം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും ഡോളറിന്റെ അടിസ്ഥാനത്തിൽ, സ്വർണത്തിന്റെ മൂല്യമില്ലാത്ത, പിൻബലമില്ലാത്ത കേവലം ചവർ കടലാസ് നോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കടം കൊടുക്കുന്നത്. ഇരട്ടിക്കിരട്ടി പലിശയും വാങ്ങിച്ച് വയറും കീശയും ബാങ്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കുത്തക സാമ്രാജ്യത്വ ശക്തികൾ. ഇത്തരത്തിലുള്ള വികൃതമായ ഇടപെടലുകളാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾക്കും ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണം. അല്ലാതെ ജനങ്ങൾ പെരുകുന്നതല്ല. ആ ജനങ്ങളുടെ വളർച്ചയെ, ജനസംഖ്യാ വർധനവിന് സൃഷ്ടിപരമായ പടച്ചറബ് നൽകിയ ബുദ്ധിയും അറിവും കഴിവും ആരോഗ്യവും ഉപയോഗിച്ച് വളർച്ചയുടെ പടവുകൾ താണ്ടാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട് എന്നാണ് ലോക ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. അതുകൊണ്ട് ഈ രംഗത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്താ വെച്ചാൽ, അത് കൊല്ലാനുള്ള അധികാരം ആർക്കുമില്ല. പടച്ചറബിന്റെ അധികാര പരിധിയിൽ അവൻ തന്ന ജീവൻ അവനാണ് തിരിച്ചെടുക്കേണ്ടത്. അതിനുള്ള അവകാശം നമുക്കില്ല. ഉപജീവനം നൽകുന്നവൻ അവനാണ്. അള്ളാഹു നൽകിയ അറിവും കഴിവും സമയവും ബുദ്ധിയും ഉപയോഗിച്ച് ഈ വിഭവങ്ങളെ സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് മാനവരാശിക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഈ വിഭവങ്ങളെ പരിവർത്തിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. തരിശു ഭൂമികളെ ഇളക്കി മറിച്ച് അവിടെ കൃഷിയിടക്കി സാധുക്കൾക്ക് അവർക്ക് ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മടിയന്മാരായി അലസന്മാരായി കുത്തിയിരിക്കുകയല്ല. സമ്പന്നരായ ആളുകൾ അവരുടെ സക്കാത്തിന്റെ കൃത്യമായ ഓഹരിയും വിഹിതവും അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനും പുറമെ സദക്കയിലൂടെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനും വേദനിക്കുന്നവൻ ആശ്വാസവും സമാധാനവും നൽകാൻ കഴിയേണ്ടതുണ്ട്. കൂട്ടായ ഒറ്റക്കെട്ടായ പരിശ്രമത്തിലൂടെ
സ്രഷ്ടാവിൻ്റെതാണ് സമ്പത്ത് എന്നും ആ സമ്പത്തിൻ്റെ കൈകാര്യകർത്തൃത്വം മാത്രമേ മനുഷ്യനെ പടച്ചവനെ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്നും അത് അള്ളാഹുവിൻ്റെ മാർഗദർശനം അനുസരിച്ച് ആണ് ഉപയോഗിക്കേണ്ടതെന്നും സമ്പാദിക്കുന്ന മാർഗം ഹലാലാകണം, ഉപയോഗിക്കുന്ന ചെലവഴിക്കുന്ന മാർഗവും ഹലാലാകണം, സ്രഷ്ടാവിൻ്റെ മാർഗവും മാർഗദർശനവും അനുസരിച്ചുള്ള സാമ്പത്തിക നടപടിക്രമങ്ങളാണ് എല്ലാ അർത്ഥത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നാണ് ഇസ്ലാം പറയുന്നത്. അതിന്ന് വിട്ട് കമ്മ്യൂണിസത്തിന്റെ സാമ്പത്തിക വീക്ഷണത്തിലേക്കും ക്യാപിറ്റലിസത്തിന്റെ സാമ്പത്തിക വീക്ഷണത്തിലേക്കും സാമ്രാജ്യത്വ കുത്തകകളുടെ വികൃതവും വികലവും തീർത്തും സ്വാർത്ഥതയിൽ അധിഷ്ഠിതവുമായ സാമ്പത്തിക വീക്ഷണങ്ങളിലേക്ക് പോയതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പലിശയും ഊഹക്കച്ചവടവും അടക്കമുള്ള വികൃത സാമ്പത്തിക നടപടിക്രമങ്ങളാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നം. അതിനുവേണ്ടി മനുഷ്യർ ചെയ്യുന്ന ഈ പച്ച തോന്നിവാസത്തിന് വേണ്ടി നിരപരാധികളായ പിഞ്ചോമന മക്കളെ, ചോരപ്പൈതലുകളെ മാതാക്കളുടെ ഗർഭാശയത്തെ വെച്ച് കഷ്ണം കഷ്ണമായി നുറുക്കിക്കൊല്ലുക എന്ന അതിക്രമം ചെയ്യരുത് എന്നാണ് ഇസ്ലാമിന്റെ ആ രംഗത്തുള്ള കർക്കശമായ നിർദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് കരുണ കാണിക്കാൻ, അതേ ഒന്ന് മനസ്സു തുറക്കാൻ, വളരെ സൃഷ്ടിപരമായി ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആർക്കും എന്ത് റിപ്പോർട്ടും ആശയങ്ങളും മുന്നോട്ട് വെക്കാം, പക്ഷേ കൃത്യമായി കാര്യങ്ങളെ പഠിച്ചും ചിന്തിച്ചും മനസ്സിലാക്കിക്കൊണ്ടാകണം. നമ്മൾ പ്രതീക്ഷിക്കുന്നു, പക്ഷേ പലരിൽ നിന്നും, പക്ഷേ പലരുടെയും തലയെ സ്വാധീനിക്കുന്ന ഇത്തരം വികൃത ചിന്തകളും ആശയങ്ങളും ചിന്താധാരകളുമാണെന്ന് അറിയുമ്പോൾ സങ്കടമുണ്ട്. വളരെ ദുഃഖകരമാണ് ഇത്തരം വിഷയങ്ങൾ. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രശ്നം മനുഷ്യരുടെ വികൃതമായ നടപടിക്രമങ്ങളാണ്, അല്ലാതെ ജനസംഖ്യ വർധനവല്ല. അതിൻ്റെ പരിഹാരം കുട്ടികളെ കൊല്ലലല്ല, സൃഷ്ടിപരമായി ബുദ്ധിയും അറിവും കഴിവും ആരോഗ്യവും ഉപയോഗിക്കലും സട്ടാവിൻ്റെ മാർഗദർശനം അനുസരിച്ച് സാമ്പത്തിക ക്രമത്തെ ചിട്ടപ്പെടുത്തലുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു സഹോദരിയുടെ ചോദ്യമാണ്. സൂറത്തുൽ മുഅ്മിനൂൻ ആയത്ത് 5-6 ഇതിൽ പറയുന്നത് ലൈംഗികങ്ങളെ സൂക്ഷിക്കാൻ പറയുന്നു. തങ്ങളുടെ ഇണകളും വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരും, അതായത് അടിമകളും ഒഴികെ എന്നാണല്ലോ. അടിമകളുമായി ഇത്തരത്തിലുള്ള ബന്ധം എങ്ങനെയാണ് സാധുവാകുന്നത് വിവാഹത്തിലൂടെ അല്ലാതെ? സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് ഏതായാലും ഇസ്ലാമിൻ്റെ വിവാഹ സങ്കല്പവുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചോദ്യം പരിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിച്ച സമയത്ത് വിവാഹത്തിലൂടെയുള്ള ലൈംഗിക ബന്ധത്തിന് പുറമെ അടിമ സ്ത്രീകളുമായുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. അവിടെ വിവാഹത്തിന് സാധുത നൽകിയതുപോലെ അടിമ സ്ത്രീകളുമായുള്ള ശാരീരിക ബന്ധത്തിന് കൂടി സാധുത പരിശുദ്ധ ഖുർആൻ നൽകുന്നു. ഇത് എങ്ങനെയാണ് ശരിയാവുക എന്ന അർത്ഥത്തിലാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ലോകത്തിലുടനീളം അടിമ സമ്പ്രദായം, അടിമ വ്യവസ്ഥിതി സാർവത്രികമായിരുന്നു. എന്താണ് അടിമ സംവിധാനം, അടിമ വ്യവസ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അടിമ ഉടമയുടെ സ്വത്താണ്, പ്രോപ്പർട്ടിയാണ്. അയാൾക്ക് വിൽക്കാൻ വരെ അധികാരമുള്ള, ഉടമയുടെ പരിപൂർണമായ അധീനതയിലുള്ള ഒരു വസ്തുവായാണ് അടിമ വ്യവസ്ഥിതിയിൽ അടിമയെ പരിഗണിച്ചിരുന്നത്. ഈ അടിമയെ അന്നത്തെ ഉടമകൾ എന്തും ചെയ്യുമായിരുന്നു. അയാളെ വേണമെങ്കിൽ പട്ടിണിക്കിട്ട് കൊല്ലും, മർദ്ദിച്ച് അവശനാക്കും, അയാളെ വധിച്ചു കളയും, ഏത് രൂപത്തിലുള്ള തോന്നിവാസത്തിനും ഉപയോഗിക്കും. ഏതുവരെ എന്ന് ചോദിച്ചാൽ റോമിൽ അന്നത്തെ അടിമ സമ്പ്രദായത്തിന്റെ ഭാഗമായി ഉടമകൾ ചെയ്തിരുന്ന അവരുടെ കാര്യപ്പെട്ടൊരു വിനോദ പരിപാടി, ഒരു റിങ് ഉണ്ടാക്കിയിട്ട് ആ റിങ്ങിൽ 2 അടിമകളെ കൊണ്ടുപോയി നിർത്തിയിട്ട് അവരെ ദ്വന്ദ്വ യുദ്ധത്തിൽ ഏർപ്പെടുത്തുക. എന്നിട്ട് അതിൽ ഒരു അടിമ മരിക്കുന്നത് വരെ 2 പേരും പരസ്പരം പോരടിച്ച് ചോര ഒഴുകുന്നത് കണ്ട് ഉടമകളെല്ലാവരും ഗാലറിയിൽ ഇരുന്ന് ചിരിക്കുന്നത് വരെ അടിമകളെ കൊണ്ട് ചെയ്യിച്ചൊരു കാലം അക്കാലത്ത് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ സമയത്താണ് പടച്ച തമ്പുരാന്റെ മാർഗദർശനങ്ങളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിലേക്ക് കടന്നു വരുന്നത്. അറേബ്യയിൽ അന്നത്തെ ലോക ക്രമത്തിന്റെ ഭാഗമായ ഒരു പ്രദേശം എന്ന നിലക്ക് തന്നെ അടിമ ചന്തകളും അടിമകളെ വിൽക്കുന്ന ഇടങ്ങളും അടിമകളും എല്ലാം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിച്ച സഹാബിമാരിൽ പലരും, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ, അവർ അടിമകളായിരുന്നു എന്ന് നമുക്കറിയാം. ഇസ്ലാം ഈ രംഗത്ത് മാനവികമായ ഇടപെടലുകൾ വളരെ ശക്തമായി നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം ചെയ്തത് അന്നത്തെ ലോകക്രമത്തിൽ വളരെ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്ന നിലക്ക് അതിനെ ഇസ്ലാം മാത്രം നിരോധിച്ചതുകൊണ്ട് ആ സാമൂഹ്യ വ്യവസ്ഥിതി ലോകത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യപ്പെടുകയില്ല എന്നതുകൊണ്ടും
അന്നത്തെ അടിമ സമ്പ്രദായത്തെ പരമാവധി മാനവികവൽക്കരിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് പരിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒന്നാമതായി പരിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലൂടെ പ്രഖ്യാപിച്ചു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇന്നല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളെല്ലാവരും ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കളാണ്. നിങ്ങളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്. നിങ്ങളെ വ്യത്യസ്ത ഭാഷക്കാരും ദേശക്കാരും ഗോത്രക്കാരും വർണ്ണക്കാരും വർഗ്ഗക്കാരുമെല്ലാം ആക്കി മാറ്റിയിട്ടുള്ളത് തിരിച്ചറിയപ്പെടാനുള്ള കേവലമായ മേൽവിലാസങ്ങൾ എന്ന നിലക്ക് മാത്രമാണ്. ഏതെങ്കിലും വർഗത്തിലോ വർണ്ണത്തിലോ ഭാഷയിലോ ദേശത്തിലോ ജനിച്ചതുകൊണ്ട് ഒരാൾക്ക് മറ്റൊരാൾക്ക് മേൽ യാതൊരു വിധത്തിലുള്ള ഔന്നത്യവും ഇല്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു വിധത്തിലുള്ള ഉന്നതിയോ അപകർഷതയോ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഉച്ചനീചത്വങ്ങളുടെ അടിവേരറുത്ത് സകലരും മനുഷ്യരാണ് എന്ന് ധാരണ സൃഷ്ടിക്കാനാണ് ഇസ്ലാം പ്രഥമവും പ്രധാനവുമായി പരിശ്രമിച്ചത്. ഈ ധാരണ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അടിമകൾ കേവലമായ വസ്തുക്കൾ എന്ന മാനസികാവസ്ഥയിൽ നിന്ന് തങ്ങളും മനുഷ്യരാണ് എന്ന മാനസികാവസ്ഥയിലേക്ക് വളർന്നു. അതേസമയം ഉടമകളുടെ മനസ്സ് തങ്ങളുടെ കീഴിലുള്ള അടിമകൾ കേവലമായ വസ്തുക്കളോ മൃഗങ്ങളോ അല്ല എന്നും മറിച്ച് തങ്ങളെപ്പോലെ മജ്ജയും മാംസവുമുള്ള മനുഷ്യരാണ് എന്നുമുള്ള കാരുണ്യത്തിന്റെ അവസ്ഥയിലേക്ക് വികസിച്ചു. എന്നിട്ട് ഇസ്ലാം പഠിപ്പിച്ചു, നിങ്ങളുടെ അടിമകൾക്ക് മാന്യമായ ഭക്ഷണം നൽകണം, മാന്യമായ വസ്ത്രം നൽകണം, അവർക്ക് കഴിയാത്ത ജോലികൾ അവരെ കൊണ്ട് എടുപ്പിക്കരുത്, അവരെ പീഡിപ്പിക്കരുത്, അവർക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകരുത് എന്ന് ഇസ്ലാം കർക്കശമായ നിബന്ധന വെച്ചു. എന്നിട്ട് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരടിമയെ ഒരു ഉടമ എന്ത് ചോദിച്ചാലും അത് ചോദിക്കാൻ ആളുണ്ടായിരുന്നില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അന്നത്തെ അറേബ്യൻ സാമൂഹ്യ സാഹചര്യത്തിന്റെ സാമ്പ്രദായിക ക്രമങ്ങൾ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചു, ആരെങ്കിലും ഒരടിമയെ അംഗവിച്ഛേദം നടത്തിയാൽ അവനെ ഞാൻ അംഗവിച്ഛേദം നടത്തും. ആരെങ്കിലും ഒരടിമയെ ഷണ്ഡീകരിച്ചാൽ അവനെ ഞാൻ ഷണ്ഡീകരിക്കും. ആരെങ്കിലും ഒരടിമയെ വധിച്ചാൽ അവനെ ഞാൻ വധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്ര സംവിധാനത്തിൽ അടിമക്ക് അവകാശങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ആ അവകാശങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾക്ക് കർക്കശമായ പ്രതിക്രിയകൾ നടപ്പിലാക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് മുസ്ലിം ലോകത്തെ അടിമകൾ അന്ന് ജീവിക്കുന്നത്. അവർ മനുഷ്യരായി പരിഗണിക്കപ്പെട്ടു, അവരുടെ അവകാശങ്ങൾ വകവെച്ച് നൽകപ്പെട്ടു, അവർക്ക് ഭക്ഷണവും വസ്ത്രവും മാന്യമായി അനുവദിക്കപ്പെട്ടു. അവർക്ക് നേരെയുള്ള കയ്യേറ്റങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രം പകരം ചോദിക്കുമെന്ന സ്ഥിതിവിശേഷമുണ്ടായി. യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിലുള്ളൊരു അടിമ സമ്പ്രദായത്തിൽ നമ്മൾ അന്ന് പറഞ്ഞ തരത്തിലുള്ള അടിമകളുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള ഉച്ചനീചത്വങ്ങളും അവരനുഭവിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനും പുറമെ ഇസ്ലാം അടിമകളെ മോചിപ്പിക്കുന്നത് ഒരു പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിലൊന്നായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അടിമകളെ മോചിപ്പിക്കുക എന്ന പുണ്യകർമ്മമാണ്. ഇതിന്റെ ഭാഗമായി സഹാബിമാരെല്ലാവരും പരലോകത്ത് പടച്ച തമ്പുരാന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ധാരാളം അടിമകളെ മോചിപ്പിച്ചു. അതിനും പുറമെ ഇസ്ലാം അടിമകളെ മോചിപ്പിക്കുന്നത് ചില തിന്മകൾക്കുള്ള പ്രായശ്ചിത്തമായി നിശ്ചയിച്ചു. അറിയാതെ സംഭവിച്ചു പോകുന്ന തിന്മകൾക്കുള്ള പ്രായശ്ചിത്തമായി അടിമമോചനം നിശ്ചയിച്ചത് വഴി വീണ്ടും ഒരുപാട് അടിമകളെ ഇസ്ലാം മോചിപ്പിച്ചു. ഇതിനെല്ലാം പുറമെ ഒരടിമക്ക് സ്വന്തമായി യജമാനനുമായി ഒരു മോചന പത്രത്തിൽ കരാർ എഴുതി ഒപ്പുവെക്കാനുള്ള സംവിധാനം ഇസ്ലാം ഉണ്ടാക്കി, മുക്കാത്തബ എന്ന പേരിൽ. ഈ മുക്കാത്തബ സംവിധാനത്തിൽ ഒരടിമ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ യജമാനൻ പണം കൊടുത്തിട്ടായിരിക്കും അടിമയെ വാങ്ങിയത് എന്നതുകൊണ്ട് ആ യജമാനന്റെ നഷ്ടം നികത്തിക്കൊടുക്കാൻ വേണ്ടി പുറത്തുപോയി അധ്വാനിച്ച് ധനം സമ്പാദിച്ച് യജമാനന് ആ പണം നൽകി അയാൾക്ക് സ്വതന്ത്രമായി പുറത്തു പോകാനുള്ള സംവിധാനങ്ങളും ഇസ്ലാം ഉണ്ടാക്കി. ഇങ്ങനെയെല്ലാം അടിമത്തത്തെ പരമാവധി മാനവികവൽക്കരിക്കുവാനും അടിമകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനും അടിമമോചനം സാർവത്രികമാക്കുവാനുമുള്ള നടപടിക്രമങ്ങളാണ് ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ നടപടിക്രമങ്ങളുടെ കൂട്ടത്തിൽ അടിമകളെ പടിപടിയായി അടിമത്തത്തിന്റെ നുകത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള നടപടിക്രമങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച വളരെ ശ്രദ്ധേയമായൊരു നടപടിക്രമമാണ് ഇവിടെ സഹോദരി ഉന്നയിച്ച അടിമ സ്ത്രീകളുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ പ്രശ്നം. എന്താണ് എന്ന് ചോദിച്ചാൽ, ഇസ്ലാം വരുന്നതിന് മുമ്പ് അന്ന് നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ അന്നത്തെ അറബികൾ ചെയ്തിരുന്നത് തങ്ങളുടെ കീഴിലുള്ള അടിമ സ്ത്രീകളെ, ഇത് അന്നത്തെ ഒരു സാമൂഹിക അവസ്ഥ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മുടെ പ്രോപ്പർട്ടിയായി, നമ്മുടെ വസ്തുവായി നമ്മുടെ കീഴിൽ ഒരുപാട് അടിമ സ്ത്രീകൾ. ആ അടിമ സ്ത്രീകളെ യജമാനൻ ഇച്ഛിക്കുന്നതെല്ലാം അവരുടെ മേൽ ചെയ്യും. അത് അയാളുടെ വസ്തുവാണ്.
അയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ അടിമ സ്ത്രീകളെ വ്യഭിചാരത്തിന് നിർബന്ധിക്കുകയും ആ വ്യഭിചാരത്തിൽ നിന്ന് വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്ന അതിനീചമായ സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന സമയത്ത് അറേബ്യയിൽ ഉണ്ടായിരുന്നു. അവിടെ ഇടപെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അടിമ സ്ത്രീകളെ വ്യഭിചാരത്തിന് നിർബന്ധിക്കുവാൻ ഉടമയ്ക്ക് യാതൊരു അവകാശവുമില്ല. അവളെ മാന്യമായി വിവാഹം കഴിക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം, അവൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം. അവളെ മോചിപ്പിച്ചുകൊണ്ട് യജമാനന് സ്വന്തമായി തന്നെ വിവാഹം കഴിക്കാം. പക്ഷേ ഇതുകൊണ്ടൊന്നും പരിഹരിക്കപ്പെടുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ യജമാനന്മാർ അവർക്ക് സാധ്യമാകുന്ന അനുവദിക്കപ്പെട്ട ഭാര്യമാരുടെ എണ്ണം തികയുന്നത് വരെ അടിമ സ്ത്രീകളെ മോചിപ്പിച്ച് വിവാഹം കഴിച്ചാലും അന്നത്തെ അടിമ സ്ത്രീകളുടെ എണ്ണം പരിഗണിക്കുമ്പോൾ ഒരുപാട് അടിമ സ്ത്രീകൾ എന്നാലും ബാക്കിയായിരിക്കും. ഈ അടിമ സ്ത്രീകളെ വ്യഭിചാരത്തിന് നിർബന്ധിക്കാൻ പാടില്ലതാനും. ഇങ്ങനെയുള്ള അവസരത്തിൽ അവർക്ക് ലൈംഗികമായ അവകാശങ്ങളുണ്ട്, അവർക്ക് ലൈംഗികമായ താല്പര്യങ്ങളുണ്ട്, അവർക്ക് ലൈംഗിക ജീവിതം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇതിന് പരിഹാരമായി ഇസ്ലാം നിർദ്ദേശിച്ചത് അവളുടെ ഉടമയായി അവൾക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന പുരുഷൻ വിവാഹം ചെയ്യാതെ തന്നെ ഈ അടിമ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നാണ് ഇസ്ലാമിന്റെ വീക്ഷണം. ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി ആ അടിമ സ്ത്രീക്ക് വ്യഭിചാരത്തിന് പുറത്തുള്ള അവളുടെ ലൈംഗികമായ ജീവിതത്തിനൊരു വഴിയൊരുക്കുക എന്നതിനപ്പുറത്ത് അടിമ വിമോചനവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് കൂടി ഇസ്ലാമിനുണ്ടായിരുന്നു. ആ നിലപാട് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുവഴി ലക്ഷ്യം വെച്ചത് ഒരടിമ സ്ത്രീയും അവളുടെ ഉടമയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിൽ കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് അടിമ സ്ത്രീയുടെ മാത്രം കുഞ്ഞല്ല, മറിച്ച് ഉടമയുടെ കൂടി കുഞ്ഞാണ്. ഉടമയുടെ കൂടി കുഞ്ഞ് എന്ന സ്ഥിതിക്ക് അയാൾ പിന്നീട് അടിമയല്ല. നേരെ മറിച്ച് രണ്ട് അടിമകൾ തമ്മിലാണ് വിവാഹം നടക്കുന്നതെങ്കിൽ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ആ അടിമ പുരുഷനും അടിമ സ്ത്രീയും തമ്മിലുണ്ടാകുന്ന ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞ് വീണ്ടും ഒരു അടിമയാണ്. ഒരു തലമുറ വീണ്ടും അടിമ സമ്പ്രദായത്തിന്റെ നുകത്തിലേക്ക് വലിച്ചേക്കപ്പെടുന്നതാണ് അതിന്റെ ദുരന്ത ഫലം. എന്നാൽ ഉടമ ഈ അടിമ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിലുണ്ടാകുന്ന കുഞ്ഞ് അടിമയല്ല, ഒരു സ്വതന്ത്രനാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആ സ്വതന്ത്രനായ കുഞ്ഞിന് ഉടമയുടെ സ്വത്തവകാശത്തിൽ അവകാശമുണ്ട്, ഉടമയുടെ അനന്തര സ്വത്തിൽ അവകാശമുണ്ട്. മറ്റെല്ലാ മക്കളെയും പോലെ അടിമ സ്ത്രീയുടെ കുഞ്ഞിന് ഉടമയുടെ അനന്തര സ്വത്തിൽ നിന്ന് അവകാശമുണ്ട്. മാത്രവുമല്ല, ഈ അടിമ സ്ത്രീയുടെ സ്റ്റാറ്റസ് അതോടുകൂടി ഉയരുകയാണ്. കേവലമായൊരു അടിമ സ്ത്രീ ആയിരുന്നു അവൾ ഇന്നലെ വരെ. ഇന്ന് അവൾ യജമാനന്റെ കുഞ്ഞിന്റെ മാതാവാണ്, യജമാനന്റെ കുഞ്ഞിന്റെ ഉമ്മയാണ്. ആ അർത്ഥത്തിലുള്ള പരിഗണനകൾ മുഴുവൻ യജമാനന്റെ വീട്ടിൽ നിന്ന് ലഭിക്കുവാനുള്ള സാഹചര്യം അവൾക്കുണ്ടാകുന്നു. ഇതിനും പുറമെ യജമാനന്റെ മരണത്തോടുകൂടി അവൾ അടിമത്തത്തിന്റെ നുകത്തിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രയായ ഒരു സ്ത്രീയായി മാറുന്നു. അവരുടെ കുഞ്ഞുങ്ങൾ ഒരു തലമുറയൊന്നടങ്കം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു, അവർക്ക് അനന്തര സ്വത്തിൽ നിന്ന് അവകാശം ലഭിക്കുന്നു. ഇസ്ലാം അടിമത്തത്തെ പ്രായോഗികമായി ഇല്ലാതാക്കുവാൻ മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളിൽ ഒരു നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശം. ആ നിർദ്ദേശത്തിന്റെ പ്രയോഗവൽക്കരണം വഴി മാനവികമായ ഒരു അടിമ വിമോചന പ്രക്രിയയാണ് ഇസ്ലാം ലക്ഷ്യമാക്കിയത് എന്നാണ് സഹോദരിയോട് സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ പാനൽ ഡിബേറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമാധാനത്തിന്റെ ദൂതൻ എന്ന തലക്കെട്ടിൽ നമ്മൾ ഈ സംഘടിപ്പിച്ച പാനൽ ഡിബേറ്റിന്റെ സാമൂഹ്യ പ്രസക്തിയെക്കുറിച്ച് ഈ വിഷയാവതരണവും ചോദ്യോത്തരവേളയും എല്ലാം കഴിഞ്ഞപ്പോൾ തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യം വന്നിരിക്കും. ഈ സംസാരങ്ങൾ കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നും ഞാൻ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചത് പലതും അബദ്ധമായിരുന്നു എന്നും മീഡിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും ഉള്ളൊരു തോന്നൽ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാനൽ ഡിബേറ്റ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സാർത്ഥകമായി. സഹോദരങ്ങളെ, സ്നേഹസംവാദം മാസിക ഈ ദൗത്യം ഏറ്റെടുത്തത് കേരളത്തിൽ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തുറന്ന സദസ്സുകളിൽ വിഷയം അവതരിപ്പിക്കുകയും വിമർശനങ്ങൾ ഉന്നയിക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ആ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യുക എന്ന സംവിധാനം ആവിഷ്കരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള തെറ്റുധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ദ്രുതഗതിയിൽ പടർന്നുകൊണ്ടിരിക്കുന്നു എന്ന കൃത്യമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളോടെല്ലാവരോടും ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ വിനീതമായി ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരാവർത്തി മനസ്സിരുത്തി വായിച്ചിരിക്കണമെന്നാണ് നിങ്ങളോട് എല്ലാവരോടും അവസാനത്തെ ഉപദേശം എന്ന നിലക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, ഞാൻ ഉറപ്പ് നൽകുന്നു, പ്രവാചകന്റെ ജീവിതത്തെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായ ചരിത്ര സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വായിക്കാൻ സന്നദ്ധമായാൽ നിറകണ്ണുകളോടെയല്ലാതെ നിറഞ്ഞ മനസ്സോടെയല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടാതെ നിങ്ങൾക്കാർക്കും ആ ജീവചരിത്രം പൂട്ടിവെക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കാതെ വസ്തുനിഷ്ഠമായി സമീപിക്കാൻ ശ്രമിച്ചതിന്റെ അനുഭവത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. അത്രത്തോളം അനുപമമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ അനുപമമായ ജീവിതത്തെ പിന്തുടരുന്നതിൽ സന്തോഷവും ആഹ്ലാദവും അനുഭവപ്പെടേണ്ടവരാണ് നമ്മളെല്ലാവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചിത്രം നമ്മുടെ എല്ലാം തലച്ചോറുകളിൽ വികൃതമാക്കുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരിശ്രമങ്ങളെ ചെറുത്തുനിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യക്രമത്തിന്റെയും ശക്തരായ വക്താക്കളായി നിലകൊള്ളാൻ നമുക്ക് കഴിയണം. ദൗർഭാഗ്യകരം, ഇന്നിവിടെ നടന്ന ചർച്ചയിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ കാര്യം യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അമുസ്ലിങ്ങൾ ധാരാളം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിന്തുടരാൻ പാടില്ല എന്ന് അവരൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ചില ആളുകൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നമ്മൾ പിന്തുടരേണ്ട യാതൊരു കാര്യവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തന്നു, നമ്മളെ ഏൽപ്പിച്ചു, അദ്ദേഹം പോയി, നമ്മൾ അതിലെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ മതി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ നമ്മൾ ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ ആ പ്രവാചകന്റെ ജീവിതചര്യ അനുധാവനത്തിന് കൊള്ളാത്തതാണ് എന്ന മിഷനറിമാരുടെയും ഓറിയന്റലിസ്റ്റുകളുടെയും മുതലാളിത്ത മീഡിയയുടെയും ആരോപണങ്ങൾ നമ്മുടെ തലച്ചോറിനെ പോലും സ്വാധീനിക്കുകയും നാം പുതിയ ന്യായങ്ങൾ ഉണ്ടാക്കി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയെ പിന്തുടരരുത് എന്ന വാദമുയർത്തി അവരുടെ മെഗാഫോണുകളായി നമ്മൾ സ്വയം പരിവർത്തിതരായി നമ്മുടെ തന്നെ ജീവിതത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലിച്ചെറിഞ്ഞാൽ പിന്നെ ആരാണ് അനുപമമായ ആ ജീവിതം സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഈ പരിപാടി ഒരു നിമിത്തമായി കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവർക്ക് ആ മഹത് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും നമ്മൾ സന്നദ്ധമാവുക. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ സ്നേഹസംവാദം മാസിക തന്നെ ഒരുക്കിയിട്ടുണ്ട്. www.muhammadnabi.info എന്ന പേരിൽ സ്നേഹസംവാദം ഒരുക്കിയിട്ടുള്ള വെബ്സൈറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സമഗ്രമായ ഡാറ്റാബേസ് ആണ്. നിങ്ങളെല്ലാവരും ആ വെബ്സൈറ്റ് സന്ദർശിക്കണം. അതിലെ വിവരങ്ങളിലൂടെ കടന്നുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. സ്നേഹസംവാദം മാസികയുടെ ഈ 7 ലക്കത്തിൽ പുറത്തിറങ്ങുന്ന സ്നേഹസംവാദം മാസികയുടെ എല്ലാ പതിപ്പുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സമഗ്രമായി പരിചയപ്പെടുത്തുന്ന ലേഖനങ്ങളാണുള്ളത്. ആ ലേഖനങ്ങളിലൂടെ കടന്നു പോവുക. ആ ലേഖനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത മുസ്ലിം സഹോദരങ്ങൾക്ക് കൈമാറുക. പ്രവാചകന്റെ അനുപമ വ്യക്തിത്വവും അതുവഴി ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ ആദർശവും ജനസഹസ്രങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള യജ്ഞത്തിന് പടച്ച തമ്പുരാൻ നമ്മയെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.